Hello, good morning. Good morning, ma'am. Good morning. ആകെ കുറച്ച് പേരുള്ളൂല്ലോ. വേഗം വേഗം ജോയിൻ ചെയ്യൂ. ആകെ കുറച്ച് പേരെ ഇന്നത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള നാളത്തേക്കുള്ള പ്രിപ്പറേഷൻസിൽ പോയോ? Yes, good morning. ആറ് പേരുള്ളോ ഇന്നത്തെ ക്ലാസ്സില്? കേൾക്കണ്ടോ ഞാൻ പറയുന്നത്? ഹലോ, സൗണ്ട് ഭയങ്കര കുറവാണ്. ഹലോ, can you hear me? Sound. സ്റ്റാർട്ട് ചെയ്താലോ? എത്തല്ലേ? യെസ്, വളരെ കുറച്ച് കുട്ടികളുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ. 6 പേരാണ് ആകെ ഉള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ ഒരു കാറ്റഗറൈസേഷൻ അല്ലേ നമ്മളുടെ കഴിഞ്ഞത് അല്ലെ? എന്തൊക്കെ ഇഞ്ചുറീസ് അല്ലെങ്കിൽ ഡിസീസസ് ആണ് നമ്മളുടെ ഹോസ്പിറ്റലിൽ വന്നു കഴിയുമ്പോ പ്രയോറിറ്റി അനുസരിച്ച് കാറ്റഗറൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എമർജൻസി എങ്ങനെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, അത് ഷുഡ് ബി ഓൺ ദ ബേസിസ് ഓഫ് പ്രയോറിറ്റി 1, 2 ആൻഡ് 3. ഈ 3 കേസസ് ആയിട്ടാണ്, ഈ 3 പ്രയോറിറ്റീസ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഈ ഓരോ പ്രയോറിറ്റീസിലും ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇഞ്ചുറീസ് ആണ് നമ്മൾ ആദ്യം ഡീൽ ചെയ്യേണ്ടതെന്ന് ഉള്ള കുറച്ച് എണ്ണത്തിന്റെ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് തന്നിരുന്നു. അതല്ലേ പഠിച്ചത്? ഓക്കെ. ആൻഡ് അപ്പൊ ഇത് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഭാഗമാണ്, പേഷ്യന്റ് ഹോൾഡിംഗ് ഏരിയാസ് ആൻഡ് അലോക്കേഷൻ ഓഫ് പേഷ്യൻസ്. റൈറ്റ്, ഇതല്ലേ? കൺഫേം ചെയ്യണം. അതെ, 111ാമത്തെ പേജിന്റെ ലാസ്റ്റ് ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. പേഷ്യന്റ് ഹോൾഡിംഗ് ഏരിയാസ് ആൻഡ് അലോക്കേഷൻ ഓഫ് പേഷ്യൻസ്. നമ്മൾ നേരത്തെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിനകത്തൊക്കെ നമ്മൾ ഇതൊക്കെ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. സി, in order to reduce the difficulty in patient holding, നമുക്കറിയാം ഇതുപോലെ ഒരുപാട് നമ്പർ ഓഫ് പേഷ്യൻസ്, കാഷ്വാലിറ്റി പേഷ്യൻസിനെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ നമുക്ക് അവിടെ ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എന്തിന്? ഏറ്റവും കൂടുതലുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഫോർ ഹോൾഡിംഗ് പേഷ്യന്റ് ഹോൾഡിംഗ് വാർഡ്സിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഈ കൊണ്ടുവരുന്ന പേഷ്യൻസ് ഒക്കെ അത്രയ്ക്കും ക്രിട്ടിക്കൽ സ്റ്റേജസിലൊക്കെ ആയിരിക്കും കുറെ പേരൊക്കെ കൊണ്ടുവരും. അപ്പൊ ഇവരെയൊക്കെ നമ്മള് ആ ഫസ്റ്റ് കാഷ്വാലിറ്റിയിൽ ആദ്യം തന്നെ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് ഇവരെ നിരീക്ഷണത്തിലോ അല്ലെങ്കിൽ മറ്റ് എന്താണ് ഇവർക്ക് ശരിക്കും പറ്റിയേക്കണേന്ന് അപ്പൊ തന്നെ ഒന്നും പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. സോ ദേ ഹാവ് ടു ഹോൾഡ് സച്ച് പേഷ്യൻസ്. അത്തരം പേഷ്യൻസിനെ നമ്മളിവിടെ ഹോൾഡ് ചെയ്യും. അപ്പൊ ആ ഒരു പ്രവർത്തനങ്ങൾ ഈസാണ്, ടു മേക്ക് ഇറ്റ് ഈസി പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾ, അത്തരം ജോലികളൊക്കെ എളുപ്പമാക്കാനായിട്ട് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അതുപോലെ മാത്രമല്ല അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം. അതിന് ദേ ഷുഡ് എസ്റ്റാബ്ലിഷ് സം ഫെസിലിറ്റീസ്. അതിന് വേണ്ടിയുള്ള ചില സൗകര്യങ്ങൾ നമ്മുടെ പേഷ്യൻസിനെ ഇതുപോലെ ഹോൾഡ് ചെയ്യാൻ. അവരുടെ വാർഡുകളൊക്കെ ഓൾറെഡി എൻഗേജ്ഡ് ആയിരിക്കും. ആ വാർഡുകളിൽ നിന്നോ അല്ലെങ്കിൽ വാർഡുകളിലോ അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള വാർഡുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ?
ടെമ്പററി ആയിട്ട് ഇവരൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള പുതിയ എസ്റ്റാബ്ലിഷ്മെന്റ് ഫെസിലിറ്റീസ് എന്തായാലും നടത്തണം എന്നുള്ളതാണ്. അപ്പൊ ഇതിന് നമുക്കറിയാം എന്താ പറയാ ഹോസ്പിറ്റലിലെ ജോലിക്കാരെല്ലാവരും എല്ലാ പേഴ്സണൽസ് ദാറ്റ് ഈസ് ദ മാൻ പവർ അവിടുത്തെ ജോലിക്കാരെല്ലാം പല പല കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കും. ആ സമയത്ത് നമുക്ക് അവിടെയുള്ള ജോലിക്കാരുടെ എണ്ണം ചിലപ്പോൾ തികഞ്ഞില്ല എന്ന് വരും. എന്ന് വെച്ചാൽ വളരെ കുറച്ച് ആൾക്കാരെ എല്ലാവരും എല്ലാ കാര്യങ്ങളിലും ജോലി ചെയ്യണമല്ലോ. അപ്പൊ അതുപോലെ തന്നെ എക്യുപ്മെന്റുകൾ ഇതിനൊക്കെ നമുക്ക് എന്താ പറയാ അഭാവം ഉണ്ടാകാം അല്ലെ, scarcity. That means there will be only less number of equipments and also less manpower. ഇതൊക്കെ ഉണ്ടാകും എന്നുള്ളതൊക്കെ നമുക്ക് അറിയാം. പക്ഷെ ഉള്ള സൗകര്യത്തിന് അത് ഈ പറയുന്ന പോലെ നമുക്ക് എങ്ങനെയാണ് പേഷ്യൻസിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുക, അത് ഹോൾഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ അറേഞ്ച്മെന്റുകൾ ലൈക്ക് ട്രാൻസ്ഫറിങ് ഓഫ് അഡ്മിറ്റഡ് പേഷ്യൻസ് ഓർ ഡിസ്ചാർജ് ഓഫ് അഡ്മിറ്റഡ് പേഷ്യൻസ് അവിടെ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഇതല്ലാതെ ഡിസ്ചാർജിൽ കൊണ്ടുവന്നവരല്ല, അതല്ലാതെ നേരത്തെ കൂട്ടി അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പേഷ്യൻസിനെ നമുക്ക് ഒന്നില്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കുറച്ചും കൂടി ഇവർക്കാണ് കൂടുതൽ കെയർ കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ അപ്പൊ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ, ജോലിക്കാരെ, മാൻ പവർ ആൻഡ് ഓൾസോ എക്യുപ്മെന്റ്സ്, ചില സാധന സാമഗ്രികൾ, ചില ഇതിനൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ വല്ല സ്ട്രെച്ചേഴ്സോ അല്ലെങ്കിൽ വീൽ ചെയർസോ അങ്ങനെയുള്ള പല എക്യുപ്മെന്റ്സും വേണ്ടി വരും. അപ്പൊ ഇതൊക്കെ എല്ലാം എന്താണ് കൃത്യമായിട്ട് ഈ പറയുന്ന അറേഞ്ച്മെന്റുകൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ പ്ലാനിൽ ഉൾപ്പെടുത്തണം. അതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ആൻഡ് ഓൾസോ നമ്മള് ഹോസ്പിറ്റലിന്റെ നിയർ ബൈ ബിൽഡിങ്ങുകൾ, അതുപോലെ തന്നെ അപ്പൊ നിയർ ബൈ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള ചില കെട്ടിടങ്ങളൊക്കെ ചിലപ്പോൾ വേക്കന്റ് ആയിട്ടൊക്കെ കിടക്കുന്നുണ്ടായിരിക്കും അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ കുറച്ച് പറഞ്ഞു. ആ വേക്കന്റ് ആയി കിടക്കുന്ന ബിൽഡിങ്സ് ഓൾസോ ക്യാൻ ബി മേക്ക് യൂസ് ഓഫ്. നമുക്ക് ഇതിന് വേണ്ടി ഇതൊക്കെ ഉപയോഗിക്കാം. ഈ പറയുന്ന ചിലപ്പോ എന്താ പറയാ ഒന്ന് നമുക്ക് ഡിസ്ചാർജ് ചെയ്താലോ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്താലോ വലിയ പ്രശ്നമില്ല എന്ന് തോന്നുന്ന പേഷ്യൻസിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങോട്ടേക്ക് അടുത്തുള്ള ബിൽഡിങ്ങിലേക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റാനൊക്കെ സാധിക്കും. അപ്പൊ അത്തരം അറേഞ്ച്മെന്റുകളെല്ലാം തന്നെ ചെയ്യുക. അപ്പൊ നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇതുപോലെ വാർഡുകളാക്കി മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് പേഷ്യൻസിനെ ഹോൾഡ് ചെയ്യാനുള്ള വാർഡുകളാക്കാൻ പറ്റുമെന്നാണ് പറയുക. ആൻഡ് നമ്മൾ പറഞ്ഞു നിയർ ബൈ റൂംസ് അവൈലബിൾ ആണെങ്കിൽ, ക്ലാസ് റൂമുകൾ അവൈലബിൾ ആണെങ്കിൽ, ആൻഡ് ഓൾസോ നമ്മളുടെ ചിലപ്പോ വീടുകളായിരിക്കാം. അങ്ങനെയുള്ള വീടുകൾ അടുത്ത് എന്താ പറയാ ആരും ഇല്ലാതെ വേക്കന്റ് ആയി കിടക്കുന്ന കൂട്ടിക്കിടക്കുന്ന വീടുകൾ ആ സമയത്തല്ല നമ്മൾ ചോദിക്കേണ്ടത്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞതാണ്. അതൊക്കെ നമ്മളുടെ ഹോസ്പിറ്റൽസിന്റെ അടുത്ത് കിടക്കുന്ന കെട്ടിടങ്ങൾ ഇതുപോലെയൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർ നേരത്തെ കൂട്ടി അവരുടെ പ്ലാനിൽ അടുത്തൊക്കെ ചോദിച്ചു വെക്കാം. നാളെ ഡിസാസ്റ്റർ ഉണ്ടാകും, ഇന്ന് എന്നിട്ട് അയ്യോ നിങ്ങളുടെ വീട്, അങ്ങനെയല്ല. അവരുടെ പ്ലാൻ, അതായത് ഇയർലി പ്ലാൻ ആണ്. നമുക്കറിയാം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈവൺ ഇൻ അവർ ഹൗസ്, നമ്മുടെ വീടുകളിലൊക്കെ നോക്കിയേ ദിസ് ഇയർ വി ഹാവ് ടു പ്ലാൻ ലൈക്ക് ദിസ്. ഈ വർഷം നമ്മൾ എന്താ പറയാ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നമ്മുടെ ബഡ്ജറ്റിലുണ്ട് അല്ലെങ്കിൽ പ്ലാനിങ്ങിലുണ്ട്. നമുക്ക് ചിലപ്പോ ഒരു പുതിയ വണ്ടി വാങ്ങാനോ അല്ലെങ്കിൽ ഒരു വീടിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള വീട് പണിയാനായിരിക്കാം, ചിലർക്ക് വീടിനകത്ത് എന്തെങ്കിലും റിനോവേഷൻസ് നടത്താനായിരിക്കാം. There will be some plan. Each and every family or individual persons, ഇതുപോലെ വ്യക്തിപരമായിട്ട് ആളുകൾക്ക് പ്ലാനുകൾ ഉണ്ടായിരിക്കും. അതുപോലെ ഹോസ്പിറ്റലിന്റെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ, ഹോസ്പിറ്റലിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യുമ്പോൾ ഹോസ്പിറ്റൽസിൽ ഇതുപോലെയുള്ള പ്ലാൻ ലൈക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ അല്ലെ, അപ്പൊ അതിനു വേണ്ടിയുള്ള പ്ലാനൊക്കെ നേരത്തെ കൂട്ടി തയ്യാറാക്കി വെക്കും. ആ വർഷം ഡിസാസ്റ്റർ വരുന്ന ആരെങ്കിലും മുന്നറിയിപ്പ് കൊടുത്തതൊന്നുമല്ല, പക്ഷെ എങ്കിലും മുന്നറിയിപ്പ് ഒന്നും വേണ്ട, എങ്കിൽ നമ്മൾ ഇതുപോലെ പ്ലാൻ ചെയ്യും. അപ്പൊ ഈ പ്ലാനില് ഇങ്ങനെ പ്ലാൻ ഉണ്ടെങ്കിൽ, അതായത് തീർച്ചയായും പ്ലാൻ വേണം. നിയറസ്റ്റ് ഹോസ്പിറ്റൽസ് എല്ലാം തന്നെ there should be alert. എന്താണ്, അവരൊക്കെ ഭയങ്കരമായിട്ട് ജാഗ്രതയോടെ ഇരിക്കേണ്ടതാണ്. ഇത്തരം ഏത് സംഭവം, ഏത് നിമിഷവും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാം. നമ്മളിലേക്ക് ഒരുപാട് പേഷ്യൻസിനെ ഒരുമിച്ച് ചിലപ്പോൾ കൊണ്ടുവരാം. അപ്പൊ നമ്മുടെ ആ ഡിസാസ്റ്റർ പ്ലാനെ ഫേസ് ചെയ്യാനായിട്ട് നമ്മളുടെ പ്ലാൻ വേണം. ആ പ്ലാൻ അങ്ങനെ തന്നെ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ, നിയർ ബൈ ബിൽഡിങ്സ് ഒക്കെ എന്തെങ്കിലും വേക്കന്റ് ആയി കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുവരുന്ന പേഷ്യൻസിനെ, ഈ അധികമായിട്ട് വരുന്ന പേഷ്യൻസിനെയൊക്കെ നമുക്ക് അവിടെ വിത്ത് ഹോൾഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇവിടെയുള്ള പേഷ്യൻസിനെ താൽക്കാലികമായിട്ട് അവിടേക്ക് ഒന്ന് മാറ്റാൻ, അങ്ങനെയുള്ള അറേഞ്ച്മെന്റുകൾക്ക് വേണ്ടി എല്ലാം ബിൽഡിങ്സ് ഉപയോഗിക്കാമെന്നാണ്. പക്ഷേ ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക്കലി ഡിഫൈൻഡ് ഇൻ ദെയർ പ്ലാൻ. ആ പ്ലാനിൽ അവർ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് ഡിഫൈൻ ചെയ്യണം. എത്രത്തോളം നമ്പർ ഓഫ് ബെഡ്സ് നമുക്ക് അവിടെ എന്താ പറയാ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും, ആരൊക്കെയാണ് നമുക്ക് അതിന് വേണ്ടിയിട്ട്. അവിടെ ഒരു ബിൽഡിംഗ്, നിയറസ്റ്റ് ബിൽഡിംഗ് കിട്ടി, അവിടെ നമ്മൾ ആളുകളെ ഹോൾഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി. പക്ഷേ ആ സൗകര്യങ്ങൾ ഒരുക്കിയതുകൊണ്ട് മാത്രം പറ്റില്ല, അവരെയൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് സൂപ്പർവൈസ് ചെയ്യാനായിട്ട് അവിടെ കിടക്കുന്ന എന്താ പറയാ പേഷ്യൻസിനെയൊക്കെ നമുക്ക് നോക്കാനോ പരിചരിക്കാനോ മറ്റ് സൂപ്പർവിഷനോ വേണ്ടിയിട്ട് മറ്റു പേഴ്സണൽസിനെയും അതിന് വേണ്ടിയിട്ട് അസൈൻ ചെയ്യണം. അതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ
പെടുത്തണമെന്നാണ്. ആൻഡ് ഇറ്റ് ഓൾ ഷുഡ് ബി പ്രീ ഡിറ്റർമിൻ. ഇതെല്ലാം നമ്മൾ നേരത്തെ കൂട്ടി പ്രീ ഡിറ്റർമിൻ ചെയ്ത് വെക്കണം. മനസ്സിലായോ? ആൻഡ് ഓൾസോ ഇവരെയൊക്കെ കൊണ്ട് ഇങ്ങനെ പാർപ്പിച്ചാൽ മാത്രം പോരല്ലോ. പാർപ്പിക്കാന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഇവരെ വാർഡ് പോലെയൊക്കെ കിടത്തിയാൽ മാത്രം പോരാ. ഇവർക്ക് വേണ്ട ഡ്രഗ്സ്, ദാറ്റ് മീൻസ് മെഡിസിൻസ്, അതുപോലെ തന്നെ മറ്റു ഡ്രസ്സിംഗ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത്, പിന്നെ അവർക്ക് പല എന്തെങ്കിലും തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെക്കാനുള്ള ട്രേസ്, മറ്റ് എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രീ ഡിറ്റർമിൻ ചെയ്ത് വെക്കണം. മനസ്സിലായോ? അപ്പൊ പേഷ്യൻസിന് മാത്രം കൊണ്ട് എവിടെയെങ്കിലും ഇരുത്തിയാൽ പോരാ, ഇതൊക്കെ മരുന്ന് യഥാസമയം കൊടുക്കണം. അപ്പൊ ആ മരുന്നുകളൊക്കെ വെക്കാൻ എവിടെയെങ്കിലും വെക്കണ്ടേ? അതിന് വേണ്ടിയിട്ടുള്ള കബേർഡുകള്, all these things ഇതൊക്കെ പ്ലാനിൽ ഉൾപ്പെടുത്തണം എന്ന് നമ്മൾ അന്നേരം ഓടിച്ചെന്ന് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ഹോസ്പിറ്റൽസ് അതിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കണം. മനസ്സിലായോ? ഇവിടെ വരെ മനസ്സിലായോ? 2 പാരഗ്രാഫാണ് പറഞ്ഞത്. അത് അണ്ടർലൈൻ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ക്ലിയർ അല്ലേ? കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞതാണ്. ഇവിടെ നിന്നാണ് നമ്മള് കുറച്ച് പറഞ്ഞു നിർത്തിയതാണ്. ഓക്കെ അല്ലേ? ആകെ കുറച്ച് പേരുള്ളൂ. ഒന്ന് വേഗം ഓക്കെ പറയുകയാണെങ്കിൽ നാളത്തെ പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള ഒരുക്കാണെന്ന് തോന്നുന്നത്. കുറച്ച് പേര്, അധികം പേരെ ഇന്ന് കാണുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്യണം. യെസ്, ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. The plan should provide, ഈ ഒരു സെന്റൻസ്, the plan should provide for expansion of hospital by using nearby buildings for use as auxiliary wards or as holding areas if necessary. വേണ്ട, മനസ്സിലായ? പ്ലാനില് നമ്മളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള ബിൽഡിങ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഈ പേഷ്യൻസിനെ അങ്ങോട്ടേക്ക് മാറ്റി അങ്ങനെ ഒരു എക്സ്പാൻഷൻ, ആ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു എക്സ്പാൻഷൻ പോലെ, വികസനം പോലെ ആ ബിൽഡിങ്ങുകളൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് കേട്ടോ. വാർഡുകളായിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതോടൊപ്പം തന്നെ അടുത്ത സെന്റൻസ് ഉണ്ട്, ഇറ്റ് ഷുഡ് ബി predetermined as to which wards, rooms, classrooms, etc. will be used for housing the casualties. ഇത്തരം casualties നമുക്ക് എന്താ പറയാ, ഹൗസിംഗ് ചെയ്യാൻ എന്ന് വെച്ചാൽ അവിടെയൊക്കെ പാർപ്പിക്കാനുള്ള, അവർക്ക് ട്രീറ്റ്മെന്റിനും മറ്റു കാര്യങ്ങൾക്കും അവരെ പാർപ്പിക്കാനുള്ള ക്ലാസ് റൂമുകളോ മറ്റു റൂമുകളോ അല്ലെങ്കിൽ വാർഡുകളോ ഒക്കെ നേരത്തെ കൂട്ടി ഡിറ്റർമിൻ ചെയ്യണം. അന്നേരം ഓടിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ താക്കോല് വേറെ വല്ലോടത്തായിരിക്കും. ഇതൊക്കെ കൊണ്ടുവന്ന് പിടിച്ചൊക്കെ വരുമ്പോഴേക്കും ആളുകള് റോട്ടിൽ നിർത്തേണ്ടി വരും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കാനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, യെസ്. Then അടുത്തത് എന്താ പറയുന്നത്, the surgeons and also the physicians have to and also all other specialized doctors. അത് നമ്മുടെ ഹോസ്പിറ്റലില് സർജൻസ്, ഇത് സർജറി ചെയ്യുന്നവരുണ്ട്, ഫിസിഷ്യൻസ് ഉണ്ട്, മറ്റു ഓരോ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റുകൾ കൈകാര്യം ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഒക്കെ. ഇവരെല്ലാം തന്നെ they have to adjust themselves. ഈ പറയുന്ന ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ, ഏത് ഡിസാസ്റ്ററിൽ കൊണ്ടുവരുന്ന കാഷ്വാലിറ്റീസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരവരുടെ ജോലികളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പൊ എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ട് ഇന്ന് രാവിലെ തന്നെ, പക്ഷെ അത് ഇഫ് ഇറ്റ് ക്യാൻ ബി പോസ്റ്റ്പോൺഡ്, അത് മാറ്റിവെക്കാൻ പറ്റുന്നതാണോ? കാരണം അതിനേക്കാൾ കൂടുതൽ നെസസിറ്റി ഇവിടെയാണ്, ഈ എമർജൻസി സിറ്റുവേഷൻ ആണ് എന്ന് തോന്നുന്നുവെങ്കിൽ ആ സർജൻ എന്ത് ചെയ്യണം, ആ ഒരു ഓപ്പറേഷൻ, അന്നത്തെ ആ സർജറി ഒന്ന് മാറ്റിവെക്കണം, പോസ്റ്റ്പോൺ ചെയ്തിട്ട് ഇന്ന് ഇപ്പോ ഇതാണ് അതിനേക്കാൾ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള, കാഷ്വാലിറ്റി ആയിട്ടുള്ള, എമർജൻസി ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ സർജൻസും, എല്ലാവരും ഓപ്പറേഷൻ തിയേറ്ററിലുള്ളവർ മാത്രമല്ല, ഓപ്പറേറ്റ് ചെയ്യുന്ന സർജൻസ് മാത്രമല്ല ഫിസിഷ്യൻസും അങ്ങനെ തന്നെ, അതിനേക്കാൾ കുറച്ചുകൂടി ക്രിട്ടിക്കലി നെസസറി ആയിട്ടുള്ള പേഷ്യൻസ് ഇവരാണ്. അപ്പൊ ഇതവിടെ നിൽക്കട്ടെ, കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാത്ത കാര്യമാണ്, നമുക്ക് മാറ്റാൻ അല്ലെങ്കിൽ പോയിട്ട് നാളെ വരെ ഇത് ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഹാൻഡിൽ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്. അയ്യോ എനിക്കിവിടെ ഇന്ന് ഓപ്പറേഷൻ പറയാനൊക്കെ അവിടെ കാഷ്വാലിറ്റി കൊടുത്തത് ഡിസാസ്റ്റർ നടന്നു, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല. ഐ ഹാവ് ടു ഹാൻഡിൽ മൈ പേഷ്യന്റ്. എനിക്ക് ഞാൻ നേരത്തെ അപ്പോയിന്റ്മെന്റ്, എന്താ സർജറിക്ക് വേണ്ടി അപ്പോയിന്റ്മെന്റ് കൊടുത്തിരിക്കുന്ന എന്റെ പേഷ്യന്റിനെ എനിക്ക് ഇത് നോക്കട്ടെ എന്നല്ല പറയേണ്ടത്. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സും ഫിസിഷ്യൻസും സർജൻസും ഒക്കെ തന്നെ ഈ ഒരു ഡിസാസ്റ്ററിൽ, ഈ ഒരു പ്രത്യേക സാഹചര്യത്തില് they have to adjust themselves. എല്ലാവരും സ്വയം അഡ്ജസ്റ്റ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യണം. മനസ്സിലായോ? സെന്റൻസിന്റെ മീനിങ് മനസ്സിലായോ? ആൻഡ് ഓൾസോ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ്, ഇത്തരം സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ മറ്റ് സർജിക്കൽ സ്റ്റാഫ് ഒക്കെ, അവരെല്ലാവരും തന്നെ ഈ പറയുന്ന സർജറിയിലോ അല്ലെങ്കിൽ ഇത്തരം പേഷ്യൻസിനെ കെയർ ചെയ്യുന്നതിനകത്തോ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ആൻഡ്
അവരുടെ ഇപ്പൊ എന്റെ വിഭാഗത്തിൽപ്പെട്ടതല്ല. ഇപ്പൊ ഒരു സ്കൾ ഇഞ്ചുറി വലിയ ഇതായിട്ട് വന്നിരിക്കുന്ന പേഷ്യന്റ് ഇതിനകത്തുണ്ട്. പക്ഷെ ഇത് എന്റെ വിഭാഗമല്ല, ഞാനല്ല ഇതിനെ എന്റെ വിഭാഗമല്ല, ഞാൻ വേറൊരു വിഭാഗത്തിലെ ഡോക്ടർ, അങ്ങനെ പറയൊന്നും പാടില്ല. ഈവൺ ഇറ്റ് ഈസ് ബിയോണ്ട് ദെയർ സ്പെഷ്യലൈസേഷൻ. അവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഫീൽഡിൽ അല്ല എങ്കിൽ പോലും അവരവര് എല്ലാ ഈ പറയുന്ന ക്രിട്ടിക്കൽ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം. ക്ലിയർ ആയിട്ടുണ്ടാവും. മനസ്സിലായോ? ഇപ്പൊ ഒരു എന്താ പറയാ തലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രീറ്റ്മെന്റുകൾ ചെയ്യാത്ത ഒരാള് ഇപ്പൊ എന്താ പറയാ ഇപ്പൊ എന്തെങ്കിലും ഒരു എല്ലിന്റെ ബോൺ ഡിസീസസ് ഒക്കെ, അതായത് നമ്മുടെ ഓർത്തോപെഡിക്സ് അങ്ങനെയൊക്കെ ഉള്ള ഭാഗത്ത് വിഭാഗം കൈകാര്യം ചെയ്ത് ഒരു സ്പെഷ്യലൈസ്ഡ് ഡോക്ടറാണെന്ന് വിചാരിക്കുക. ഒരു ഭയങ്കരമായിട്ടുള്ള ഇന്റേണൽ ഹെഡ് ഇഞ്ചുറിയുമായിട്ട് ഒരാൾ വന്നിരിക്കുന്നു, അതായത് ഈ പറയുന്ന ഡിസാസ്റ്ററിൽ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പൊ ഇത് എന്റെ വിഭാഗമല്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മാറുന്നില്ല എന്ന് ചെയ്യുന്നത്. അവര് ഈ പറയുന്ന അവരുടെ സ്പെഷ്യലൈസ്ഡ് ഫീൽഡ് അല്ല എങ്കിൽ പോലും ഹാവ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ കെയർ. ആ ഒരു കെയറിൽ അവരും കൂടി പങ്കാളിയാണ്, പങ്കെടുക്കണം. ബിക്കോസ് ഇത് എന്റെ വിഭാഗം അല്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല. കാരണം അവിടെ ആരുടെ ഫീൽഡിലാണ്, ഏത് സ്പെഷ്യലൈസ്ഡ് വിഭാഗത്തിലുള്ള ഒരു ഇഞ്ചുറിയാണ്, ട്രീറ്റ്മെന്റ് എങ്ങനെയാ കൊടുക്കേണ്ടതെന്നൊന്നും അറിയില്ല എങ്കിൽ പോലും they have to assist the other specialized doctors. അതുമായി ബന്ധപ്പെട്ട മറ്റു ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും ഡോക്ടേഴ്സ് എന്നുള്ള രീതിയിലാണ് പഠിച്ചത്. അപ്പൊ അവരെ സഹായിക്കാനും മറ്റുമൊക്കെ അവിടെ തന്നെ എപ്പോഴും ചുറ്റുപറ്റിയൊക്കെ ഉണ്ടാവുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായ ഒരു പാരഗ്രാഫ്? കുഞ്ഞി 2 സെന്റൻസുകളാണ് ആ ഒരൊറ്റ പാരഗ്രാഫിലുള്ളത്. സോ അണ്ടർലൈൻ ഇറ്റ്. അത് ഇമ്പോർട്ടന്റ് ആണ്. സർജൻസ് ആൻഡ് ഫിസിഷ്യൻസ് ആൻഡ് ഓൾ അതർ സ്പെഷ്യലിസ്റ്റ്സ് ഹാവ് ടു adjust themselves to the situation presented by the disaster. ഡിസാസ്റ്ററുമായിട്ട് ഉണ്ടാകുന്ന പല സാഹചര്യങ്ങളെയും എന്താ പറയാ ഹാൻഡിൽ ചെയ്യാനായിട്ട് സർജൻസും ഫിസിഷ്യൻസും മറ്റ് സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സും സ്വയം അഡ്ജസ്റ്റ് ചെയ്യണം. മനസ്സിലായോ? Sentence important ആണ്. Okay. Then also the responsibility to discharge or transfer the admitted patients to different hospitals or to home. Our responsibilities rested on the senior doctors. ഇനിയില്ലേ നമ്മുടെ ഹോസ്പിറ്റൽസിൽ നമുക്ക് ആവശ്യത്തിന് സ്ഥലം വേണം. ഈ കൊണ്ടുവരുന്ന ഡിസാസ്റ്ററിൽ വരുന്ന പേഷ്യൻസിനെയൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് സ്ഥലം വേണമല്ലോ. അപ്പൊ അവിടെയുള്ള എന്താ പറയാ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെയുള്ള അഡ്മിറ്റഡ് പേഷ്യൻസിനെ റൂംസ് ഓർ ഇൻ വാർഡ്സ്, വാർഡുകളിലായിക്കോട്ടെ റൂമുകളിലായിക്കോട്ടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിനെ എന്ത് ചെയ്യണം? നമ്മള് ഈ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ കിടത്തണമെന്നുണ്ടെങ്കിൽ, നമുക്ക് അഡ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ട കാര്യം അവിടെയുള്ള സ്ഥലം നമുക്ക് മാക്സിമം ഉപയോഗപ്പെടുത്താൻ പറ്റുമോ? എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും? ബൈ ഡിസ്ചാർജിങ് ഓർ ബൈ ട്രാൻസ്ഫറിങ് സം ഓഫ് ദ പേഷ്യൻസ്. ദാറ്റ് മീൻസ് അതായത് അവിടെയുള്ള കിടത്തിയിരിക്കുന്ന പേഷ്യൻസിനെ കുറച്ച് പേരേക്ക് നമുക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തത്, എമർജൻസി ട്രീറ്റ്മെന്റ് ആ ഒരു ലെവലൊക്കെ കഴിഞ്ഞവര്, അല്ലെ കുഴപ്പമൊന്നുമില്ല, ഒരു 40% മാത്രമേ ഈ അസുഖം ബാക്കിയുള്ളൂ, അങ്ങനെയൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. ആംബുലേറ്ററി ആയിട്ടുള്ളവരെ, മാറ്റാൻ പറ്റുന്നവരെ, നടന്നൊക്കെ കൊണ്ടുപോയി എന്താ പറയാ നമുക്ക് വിടാൻ പറ്റുന്നവരെ ചിലപ്പോൾ വീട്ടിലേക്കായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ അത് ചെയ്യാൻ ഇതിന്റെ പേഷ്യൻസിനെ നമുക്ക് അങ്ങനെ ഡിസ്ചാർജ് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ള ആ ഒരു കൺഫേം ചെയ്യട്ടെ, അത് ഈ വെസ്റ്റഡ് അക്കൗണ്ട്, അത് ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് ആ ഒരു ഉത്തരവാദിത്തം? ഇറ്റ് ഈസ് ഓൺ ദ സീനിയർ ഡോക്ടേഴ്സ്. അതായത് നല്ല സീനിയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ അപ്പൊ അവർക്ക് ഇവരെ ഡിസ്ചാർജ് ചെയ്താലും പ്രശ്നമില്ല. ഓക്കെ, അങ്ങനെ സീനിയർ ഡോക്ടേഴ്സ് ആണ് എന്താ പറയാ ഓരോ വാർഡിലും അതിന് വേണ്ടിയിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, സീനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഓരോ വാർഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഡോക്ടേഴ്സ് ആണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അല്ലാതെ ആരെങ്കിലും ഒന്നൊക്കെ പറഞ്ഞാൽ ശരിയാവില്ല. ആൻഡ് ഓൾസോ ദ ടൈം ഷെഡ്യൂൾ, എപ്പോഴാണ് ഡിസ്ചാർജ് ചെയ്യേണ്ടത്, അതൊക്കെ ഓൾസോ ഷുഡ് ബി planned in advance. നേരത്തെ കുട്ടിയൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കണം. ആൻഡ് ഓൾസോ ഇറ്റ് ഷുഡ് ബി ഡിപെൻഡന്റ് അപ്പോൺ ദ ക്ലിനിക്കൽ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ്. പേഷ്യന്റിന്റെ അവസ്ഥയും കൂടി മനസ്സിലാക്കിയിട്ടാണ്. അല്ലാണ്ട് തീരെ ഒട്ടുവയ്യ, ഇതിനേക്കാൾ അപ്പുറത്തെ ക്രിട്ടിക്കൽ കേസിൽ കിടക്കുന്ന അഡ്മിറ്റഡ് ആയിരിക്കുന്ന പേഷ്യൻസിനൊക്കെ വേഗം പോയി ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് സീനിയർ ഡോക്ടേഴ്സ് ആയിരിക്കണം അങ്ങനെ ഡിസ്ചാർജോ ട്രാൻസ്ഫറോ ചെയ്യാൻ ഒരു ഇത് കൊടുക്കാൻ, ആ ഒരു എന്താ പറയാ അനുമതി അല്ലെ, അത് കൊടുക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. ആൻഡ് ഓൾസോ അത് നേരത്തെ കൂട്ടി ഡിസൈഡ് ചെയ്ത് അതോടൊപ്പം തന്നെ ആളുടെ ക്ലിനിക്കൽ കണ്ടീഷൻ കൂടി നോക്കിയിട്ടാണ് ഇതെല്ലാം ചെയ്യാൻ പോകുന്നത്. റൈറ്റ്, മനസ്സിലായോ? ക്ലിയർ ആയോ ആ ഒരു പാരഗ്രാഫ്? യെസ്. So underline that sentence. Authority and decision-making responsibility for admitted patients for transfer to the other wards, other hospitals, discharge to home should rest in the senior doctors.
expressly nominated in each ward. ഓരോ വാർഡിലും അതിനു വേണ്ടി നോമിനേറ്റ് ചെയ്തിരിക്കുന്ന സീനിയർ ഡോക്ടേഴ്സ് ഉണ്ടാവും കേട്ടോ. അവരായിരിക്കണം അത് ചെയ്യാനുള്ള അധികാരമുള്ളൂ. ഡിസ്ചാർജ് ചെയ്യാൻ, ട്രാൻസ്ഫർ ടു അതർ ഹോസ്പിറ്റൽസ്, ട്രാൻസ്ഫർ ടു ഹോം. ക്ലിയർ? our sentence important ആണ്. And also ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്യുന്നതോടൊപ്പം തന്നെ they should also keep in mind ചില കാര്യങ്ങൾ കൂടി അവര് നേരത്തെ കൂടി മനസ്സിൽ വാർഡ് വരെ മതി, വാർഡ് വരെയാണ്, അത്രേ ഉള്ളൂ. ഒറ്റ സെന്റൻസ് ആണ് കേട്ടോ. There should be reserve. That means ഇവരുടെ ഹോസ്പിറ്റൽസിൽ എപ്പോഴും നമുക്ക് ഇങ്ങനെ എന്താ പറയാ ബെഡിന്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ടേ ഓരോ ഹോസ്പിറ്റൽസിന്റെയും ബെഡ് സ്ട്രെങ്ത് അനുസരിച്ചാണ് ഓരോ ഹോസ്പിറ്റലിന്റെയും സൈസ് ഒക്കെ നമ്മൾ പറഞ്ഞത് അല്ലെ. നിങ്ങൾ എല്ലാവരുടെയും പഠിച്ചിട്ടുണ്ട് ഡിപ്ലോമയിൽ. ഐ തിങ്ക് യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ഇറ്റ്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലോണ്ടറി ആൻഡ് ലിനൻ എന്നൊക്കെ പറഞ്ഞൊരു ചാപ്റ്ററിൽ എത്ര ലീനൻസ്, എത്ര സെറ്റ് ഓഫ് ലീനൻസ് ഒക്കെ വേണം ഒരു ഹോസ്പിറ്റല് എന്നുള്ളതൊക്കെ അതിന്റെ ബെഡ് സ്ട്രെങ്ത് അനുസരിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് അല്ലെ. അപ്പോ നമുക്കറിയാം അത്ര മതി. പക്ഷേ there may be ഈ പറയുന്ന പ്ലാനില്, നമ്മുടെ ഈ ഡിസാസ്റ്റർ പ്ലാനില് അത് കൂടാതെ റിസർവ് ഓഫ് സപ്ലൈ ഓഫ് ലിനൻ, ഈവൻ നമുക്ക് ഇതുപോലെ അധികം പേഷ്യൻസിനെ കൊടുത്താൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ലിനൻസ് അതിന്റെ ഒരു റിസർവ് സപ്ലൈ എന്ന് പറഞ്ഞാൽ കുറച്ചധികം ഈ പറയുന്ന എണ്ണം അല്ലാതെ, ആ ഒരു മാക്സിമം ലിമിറ്റ് അല്ലാതെ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ അവിടെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇഫ് എന്താ പറയാ നമുക്ക് അങ്ങനെയുള്ള നെസസിറ്റി വരുമ്പോൾ ഇഫ് ഇറ്റ് ക്യാൻ ബി സപ്ലൈഡ് ഫ്രം എനി അതർ ഹോസ്പിറ്റൽസ്, മറ്റു ഹോസ്പിറ്റൽസിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെവിടെന്നെങ്കിലും പെട്ടെന്ന് കിട്ടാൻ പറ്റുന്ന സൗകര്യം, അതിനൊരു റിസർവേഷൻ ഉണ്ടായിരിക്കും. റിസർവ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ തരണം കേട്ടോ. അപ്പൊ ഇതേപോലെ തന്നെ നമ്മളുടെ ഈ ഹോസ്പിറ്റൽ ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുക ഇതൊരു ഹോസ്പിറ്റലാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു പരിസരത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഡിസാസ്റ്റർ ഉണ്ടായാൽ നമ്മളെ സഹായിക്കാൻ നിയറസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും അടുത്ത നമ്മുടെ ഈ ചുറ്റുവട്ടത്തല്ല, പറവൂരല്ല, അതല്ലാതെ നിയറസ്റ്റ് നമ്മളുടെ വില്ലേജ് ഉണ്ടാവുമല്ലോ, നമ്മുടെ അടുത്ത ഗ്രാമമായ അല്ലെങ്കിൽ അടുത്ത ടൗൺ ആയിട്ടുള്ള സ്ഥലത്ത് അവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ അവരുമായിട്ടൊരു എന്താ പറയാ ഇങ്ങനെ നമ്മൾ നേരത്തെ കൂട്ടി പറഞ്ഞു വെക്കും, നമ്മുടെ ഈ പ്രദേശത്താണ് ഉണ്ടായെങ്കിൽ നമ്മൾ അവർക്കൊരു സപ്ലൈ ഓഫ് ലിനൻ ചെയ്യാം. അപ്പൊ അതേസമയം അവർക്കാണ് ഉണ്ടാകുന്നതെങ്കിൽ അങ്ങനെ ആ ഒരു റിസർവേഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല ലിനൻ മാത്രമല്ല മാട്രസസ്, കിടത്താൻ പറ്റിയ സൗകര്യങ്ങള്, ബ്ലാങ്കറ്റുകള്, എമർജൻസി ക്ലോത്തിങ്, ചിലപ്പോൾ അവർക്ക് വസ്ത്രമൊന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ ഡിസാസ്റ്ററിൽ നിന്ന് കൊണ്ടുവരുന്നത്. അപ്പൊ അത് ഒന്ന് പതുക്കെ ഓരോക്കെ മാറ്റാൻ പറ്റിയ ഒരു സ്പെയർ ആയിട്ടുള്ള ക്ലോത്തിങ്, ഇതെല്ലാം തന്നെ മാത്രമല്ല പ്ലാനിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ദെയർ ക്വാണ്ടിറ്റി എത്ര എണ്ണം വേണം, ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണ്, അതിലൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന പേഴ്സൺ ഇൻ ചാർജ് ആരാണ്, ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാനുള്ള പേഴ്സൺ ഇൻ ചാർജ് ആരാണ്, അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഈ പ്രൊസീജിയർ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ഹൗ ടു മേക്ക് ഇറ്റ് പ്രാക്ടിക്കൽ. ആ പറയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ എങ്ങനെ പ്രാക്ടിക്കൽ ആക്കുന്നു അതിന് വേണ്ടിയിട്ടുള്ള പേഴ്സണൽ മീൻസ് ജോലിക്കാര് അതും ഉണ്ടായിരിക്കണം. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താ പറയാ സംഘടിപ്പിക്കാൻ, കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയ ജോലിക്കാരെ കുട്ടി പ്ലാനിൽ ഉൾപ്പെടുത്തി അത് അവരെ ഏൽപ്പിക്കണം. ഇത്ര എണ്ണം വേണം, ഇത്ര ഇന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുവരണ്ടേ, ഇതൊക്കെ അവരെ അറിഞ്ഞിരിക്കണം. ക്ലിയർ ആയോ? മനസ്സിലായോ? ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. അടുത്തത് പേഷ്യന്റ് ടേൺ ഓവർ ആണ്. പേഷ്യന്റ് ടേൺ ഓവർ എന്ന് വെച്ചാൽ എന്താ? പേഷ്യന്റ് ടേൺ ഓവർ അതായത് പേഷ്യന്റിനെ നമുക്ക് എന്താ പറയാ മാറ്റാൻ പറ്റുന്നത് ഒക്കെ, അതായത് പേഷ്യന്റിനെ എന്താ പറയാ ലീവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇല്ലേ സാധാരണ ഇത്തരം ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അവിടെ ബെഡ് അവൈലബിൾ ആയിരിക്കണം ടു ഹൗസ് അനദർ പേഷ്യൻസ് brought in disaster from the disaster site. അപ്പൊ ഈ ഡിസാസ്റ്റർ സൈറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന പേഷ്യൻസിന് അത്യാവശ്യം വേണ്ട ട്രീറ്റ്മെന്റ് എല്ലാം പ്രൊവൈഡ് ചെയ്ത് ഇവർക്ക് വേണ്ട സൗകര്യം, ഇവരെ കിടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കണമല്ലോ തീർച്ചയായിട്ടും. അപ്പൊ അതിന് നമ്മൾ നേരത്തെ തൊട്ട് മുന്നിൽ പറഞ്ഞു സീനിയർ ഡോക്ടേഴ്സ്, അവരാണ് ഓരോ വാർഡ്സിലും ഉള്ള സീനിയർ ഡോക്ടേഴ്സ്, അതിന് വേണ്ടിയിട്ട് നോമിനേറ്റ് ചെയ്തവരൊക്കെ ഉണ്ടാവും. അപ്പൊ അവര് എന്ത് ചെയ്യുന്നു, ഇന്ന വാർഡിൽ നിന്ന് ഏതൊക്കെ പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം, അതിന് അവർക്കൊരു അവർക്കാണ് അതിന്റെ അധികാരം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പക്ഷെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഓടി ചെന്നിട്ട് ഇവരെ പുറത്താക്കിക്കോ അല്ലെങ്കിൽ ഈ കൂടി ഈ ആളെ ഡിസ്ചാർജ് ചെയ്തോ, അങ്ങനെയല്ല. അതിന് അവരൊരു സെൻസസ് ഓഫ് ദ ബെഡ് ഷുഡ് ബി ടേക്കൺ ഫ്രീക്വന്റ്ലി. അതിന് ആ ബെഡ് സെൻസസ് ഒന്ന് എടുക്കണം. ഇവിടെ ഇന്ന് എത്ര പേഷ്യൻസ് ഇവിടെ കിടക്കുന്നുണ്ട്, ഇതിൽ നിന്ന് എത്ര പേരെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. അതിന്
രാവിലെയും വൈകുന്നേരമൊക്കെ, അതായത് ട്വൈസ് എ ഡേ, ഒരു ദിവസത്തില് 2 പ്രാവശ്യമെങ്കിലും ബ്ലഡ് സെൻസസ് എടുക്കണം. ഇതിൽ നിന്ന് ആരെയൊക്കെ മാറ്റാൻ പറ്റും, ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എന്നിട്ടാണ് അടുത്തടുത്ത പേഷ്യൻസിനെ വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് സീരിയസ് ആയിക്കൊണ്ടിരിക്കുന്ന പേഷ്യൻസ്, ചിലപ്പോൾ ചിലവരെയൊക്കെ എന്താ പറയാ നമ്മുടെ ICUലും ഓപ്പറേഷൻ തിയേറ്ററിലും അവിടെ ഇവിടെയൊക്കെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ടെമ്പററി ആയിട്ട് താൽക്കാലികമായി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന വാർഡൊക്കെ ആയിരിക്കും, അവിടെയൊക്കെ കിടത്തിയേക്കായിരിക്കും. അവിടെയൊക്കെ ചിലപ്പോൾ അത്രയധികം നല്ല രീതിയിൽ നമുക്ക് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ ഇറ്റ്സ് നോട്ട് പോസിബിൾ അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ ബെഡുകൾ ഇവിടെ ഒഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങോട്ടേക്ക് മാറ്റാം. അതിനെന്ത് ചെയ്യണം, each and every day ആ ഒരു ഡിസാസ്റ്ററിന്റെ ആ കാലഘട്ടം ഒന്ന് തീരുന്നതിന് വരെ എല്ലാ ദിവസവും ട്വൈസ് എ ഡേ എന്ന് പറഞ്ഞിട്ട് 2 പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യണം, ഒരു ബെഡ് സെൻസസ് എടുക്കണം. എത്ര ഉണ്ട്, എത്ര ഒഴിയുന്നു എന്നുള്ളത്. നോർമൽ ഡേയ്സിലാണെങ്കിലേ, സാധാരണ ദിവസങ്ങളിലാണെങ്കിൽ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ബെഡ് സെൻസസ് എടുക്കുള്ളൂ. ദാറ്റ് മീൻസ് ഒരു നോർമൽ ഡേ ആണ്, ഡിസാസ്റ്റർ ഒന്നും ഇല്ലാത്ത സാധാരണ ദിവസങ്ങളിൽ ആ ഒരു ബെഡ് സെൻസസ് എല്ലാ ഹോസ്പിറ്റൽസുകാരും എടുക്കും. എന്നാൽ ആ നാളെ വീണ്ടും പുതിയ രോഗികൾ വരുമ്പോ അതില് കുറച്ചൊക്കെ ഇത്തിരിയെങ്കിലൊക്കെ ബുദ്ധിമുട്ടായിരുന്നു വരുന്നവരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അഡ്മിറ്റ് ചെയ്യാൻ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബെഡ് അവൈലബിൾ അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യാൻ പറയുന്നില്ലല്ലോ, പറയാൻ പറ്റുമോ? ഇവിടെ ബെഡൊന്നും അവൈലബിൾ അല്ല, അപ്പൊ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പുതിയ പേഷ്യൻസ് വരുമ്പോ കുറച്ച് ബെഡൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ രോഗമായിട്ട് വരുന്നവരെ പിടിച്ചു കിടക്കണം. ബിക്കോസ് ഹോസ്പിറ്റൽസ് റൺ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ, അവർക്കൊരു ഇൻകം വേണ്ടേ അല്ലെ. എല്ലാ ദിവസവും ഡെയിലി വരുന്ന പേഷ്യൻസിൽ നിന്ന് 10-500 മാത്രം കിട്ടിയാൽ മതിയോ? അപ്പൊ അത് ബിസിനസ്, അതും ഒരു ബിസിനസ് ആണ്. അപ്പൊ ഒരു രോഗമൊക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസ് വലിയ എന്താ പറയാ അത്രയധികം ഇതൊന്നുമല്ല, പക്ഷെ എങ്കിലും എങ്ങനെയൊക്കെ വരുന്ന ചിലർ 50% രോഗമൊക്കെ ആയിട്ട് വരുന്നവര് ഇച്ചിരി കൂടുതലാണോ കുഴപ്പമില്ല, 2 ദിവസം കിടക്ക്, അതൊക്കെ ബെഡ് അവൈലബിൾ ആണെങ്കിലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ബെഡ് സെൻസസ് നോർമൽ കേസിൽ വൺസ് എ ഡേ, ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ എടുക്കുന്നതാണ്. പക്ഷെ ഇത്തരം ഡിസാസ്റ്റർ സമയത്ത് ട്വൈസ് എ ഡേ, 2 പ്രാവശ്യം ഒരു ദിവസത്തിൽ എടുക്കണം എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ടു ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് പേഷ്യൻസ്, എത്ര പേരെ നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്യണം അല്ലെങ്കിൽ മറ്റു ഹോസ്പിറ്റൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിന് ടു പ്രൊവൈഡ് കണ്ടിന്യൂഡ് കെയർ, കൂടുതൽ കെയറിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ഹോസ്പിറ്റൽസിലേക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്യണോ അല്ലെങ്കിൽ പുതിയവരെ എന്താ പറയാ നമുക്ക് ഇവിടെ ഉൾപ്പെടുത്താൻ പറ്റുമോ, അങ്ങനെയൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കാനാണ് ബെഡ് സെൻസസ് എടുക്കണമെന്ന് പറയുന്നത് കേട്ടോ. അല്ല അവിടെ ഒരു വേർഡ് ഇച്ചിരി തെറ്റി കിടക്കുന്നുണ്ട്, പ്രോബബ്ലി ട്വൈസ് എ ഡേ എന്നാണ്. സ്പെല്ലിംഗ് ഒന്ന് മാറി കിടക്കുന്നുണ്ട്. ഏതാ? ബെഡ് സെൻസസ് വുഡ് ഹാവ് ടു ബി ടേക്കൺ ഫ്രീക്വന്റ്ലി, ഇടയ്ക്കിടയ്ക്ക് എടുക്കണം എന്ന്. പ്രോബബ്ലി എന്നിട്ട് ഒരു ഏകദേശം ഒരു കണക്കാ പറയുന്നത് ട്വൈസ് എ ഡേ. പ്രോബബ്ലി എന്നാണോ കിടക്കുന്നത്? സ്പെല്ലിംഗ് ഒന്ന് തെറ്റി കിടക്കുന്നത് ഇവിടെ എന്റെ പ്രസന്റ് ചെയ്തിരിക്കുന്ന നോട്ടില് തിരുത്തിയിട്ടുണ്ടാവണം എന്ന് തോന്നുന്നു. ഇല്ലേ, പ്രോബബ്ലി PRO എന്ന് വേണം. ഓക്കെ PROBABLY. ഓക്കെ, യെസ്, F മാറ്റി R ആക്കുന്നേ. സോ ഈ പറയുന്ന ബെഡ് സെൻസസ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു റിവ്യൂ സിസ്റ്റം ഉണ്ടായിരുന്നു എപ്പോഴും. അതായത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എത്ര പേരെ ഡിസ്ചാർജ് ചെയ്യാം, എത്ര പേരെ നമുക്ക് ആംബുലേറ്ററി കെയറിലേക്ക് മാറ്റാം, എന്നുവെച്ചാൽ ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിലേക്ക് മാറ്റാം, ഡിസ്ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ വീട്ടിലേക്ക് വിടാം. ഈ ഒരു റിവ്യൂ സിസ്റ്റം ഷുഡ് ബി ദർ. ആ ഒരു സിസ്റ്റം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. എന്നാലാണ് നമുക്ക് കൂടുതൽ പേഷ്യൻസിനെ നമുക്ക് അറേഞ്ച് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പുതിയ പേഷ്യൻസിനെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് സ്കെഡ്യൂൾ ചെയ്യണം. ഡിസ്ചാർജിങ് ഓഫ് പേഷ്യൻസ്, ഇവാക്യുവേഷൻ ഓഫ് പേഷ്യൻസ്, നോൺ ആംബുലേറ്ററി ആണോ ആംബുലേറ്ററി പേഷ്യൻസ് ആണോ, ഇങ്ങനെയുള്ളതൊക്കെ നോക്കി അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇതൊക്കെ നമ്മുടെ പ്ലാനിൽ ഉൾപ്പെടുത്തിയിരിക്കും. മനസ്സിലായി? അപ്പൊ അതാണ് പേഷ്യന്റിന്റെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ പേഷ്യൻസിനെ നമുക്ക് ലീവ് ചെയ്യാൻ പറ്റുന്നത്. അതായത് they have to എന്താ പറയാ മേക്ക് എ പ്ലാൻ. ഈ പറയുന്ന പ്ലാനിൽ അവർ എന്തായാലും ഡിസ്ചാർജ് പേഷ്യൻസ് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ദാറ്റ് മീൻസ് ആ പേഷ്യൻസ് നമുക്ക് ഡിസ്ചാർജ് ചെയ്താൽ they can provide that bed to the other more critically ill patients. അതായത് കുറച്ച് കൂടുതൽ ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ട് നമുക്ക് ആ ബെഡ് എന്ത് ചെയ്യാം, മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പൊ ആ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന റിവ്യൂ സിസ്റ്റം വേണമെന്നും അത് 2 പ്രാവശ്യമൊക്കെ ഒരു ദിവസത്തില് ബെഡ് സെൻസസ് എടുക്കണമെന്നും അതനുസരിച്ച് ഡിസ്ചാർജും ട്രാൻസ്ഫർ ഒക്കെ ചെയ്യണമെന്നൊക്കെ പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? സിമ്പിളാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതില് നിങ്ങൾ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യരുത്. ബെഡ് സെൻസസ് വുഡ് ഹാവ് ടു ബി ടേക്കൺ ഫ്രീക്വന്റ്ലി, പ്രോബബ്ലി ട്വൈസ് എ ഡേ, ആസ് അഗെയിൻസ്റ്റ് വൺസ് എ ഡേ ഇൻ നോർമൽ ടൈംസ്.
to determine the number of patients subject to immediate discharge. പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന പേഷ്യൻസ് എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ബെഡ് സെൻസസ് എടുക്കുന്നു. അത് സാധാരണ ദിവസത്തിൽ ഒരു പ്രാവശ്യമാണ് എങ്കിൽ ഇത്തരം ഡിസാസ്റ്റർ സമയത്തൊക്കെ നമ്മൾ ട്വൈസ് എ ഡേ, ഒരു ദിവസത്തിൽ 2 പ്രാവശ്യമൊക്കെ അതിന്റെ ഒരു സെൻസസ് എടുക്കുന്നു എന്നാണ് ആ സെന്റൻസിന്റെ മീനിങ്. ഓക്കെ, അടുത്ത സെന്റൻസ് അണ്ടർലൈൻ ചെയ്യേണ്ടത് ഏതാണെന്നറിയാമോ? A plan for the last sentence ആണ് കേട്ടോ ആ പാരഗ്രാഫിൽ. A plan for the discharge evacuation of patients who are able to leave and give up their beds for more critically ill patients. അതും ഒരു പ്ലാനിൽ ഉണ്ടായിരുന്നു. ആ ലാസ്റ്റ് സെന്റൻസിൽ അണ്ടർലൈൻ ചെയ്യാം. ഈ 12ാമത്തെ പേജിന്റെ ലാസ്റ്റ് തുടങ്ങി നെക്സ്റ്റ് പേജിന്റെ തുടക്കത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. more critically ill patients വരെ. So how can they make it possible? അതായത് ഇത്തരം സാഹചര്യങ്ങൾ, അതായത് പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അധിക സമയമൊന്നും എടുക്കാൻ പാടില്ല. അതൊക്കെ വളരെ ഷോർട്ട് നോട്ടീസിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഡിസ്ചാർജ് ഇന്ന പേഷ്യന്റ്, ഇന്ന റൂമിലുള്ളത്, അല്ലെങ്കിൽ ഇന്ന വാർഡിലെ ഇത്രാമത്തെ പേഷ്യന്റ് എന്ന പേര്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ ഷോർട്ട് നോട്ടീസ് ആ ഒരു പ്രൊസീജിയർ, ഈ ഡിസ്ചാർജിങ് പ്രൊസീജിയർ ഒക്കെ വെച്ച് നീട്ടാൻ പാടില്ല. ഓക്കെ, സാധാരണ ദിവസങ്ങളിലൊക്കെ ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിലൊക്കെ 2-3 ദിവസമൊക്കെ അഡ്മിറ്റഡ് ആയിട്ട് കിടന്നു. അത് ദിവസം ചിലപ്പോ തലേദിവസമൊക്കെ വൈകുന്നേരം വന്നിട്ട് നാളെ ഡിസ്ചാർജ് ആകാട്ടോ, പോകട്ടോ, നാളെ ഡിസ്ചാർജ് ആക്കാം. അപ്പൊ രാവിലെ തന്നെ ഡിസ്ചാർജ് ആക്കി ചിലപ്പോൾ ഹോസ്പിറ്റൽ വിട്ടു പോകുന്നത് വൈകുന്നേരം ആകും. അങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലേ, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അതാണ് ചിലപ്പോ കാലത്ത് ഡിസ്ചാർജ് ചെയ്യണ്ട, ചിലപ്പോ പേര് കെട്ടി അവിടെ പോകാനായിരുന്നതിന് മുമ്പ് വേറെ കുറെ ചിലപ്പോ ബിൽ പേയ്മെന്റിന്റെ പ്രൊസീജിയേഴ്സ് ആയിരിക്കാം. പിന്നെ നമുക്ക് മരുന്നുകൾ വേറെ തരേണ്ടതിന്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ട മരുന്നുകൾ ഉണ്ടെങ്കിൽ അതിനായിരിക്കാം, അല്ലെ? അതുപോലെ തന്നെ അല്ലെങ്കിൽ ചിലപ്പോ ഈ പേഷ്യന്റിനെ വൺസ് അഗെയിൻ ആളെ ചിലപ്പോ ഒന്നുകൂടി ഡിസ്ചാർജിന് മുമ്പ് ഒന്ന് കൺസൾട്ട് ചെയ്യാനായിരിക്കാം. സോ ഇറ്റ് മേ ടേക്ക് ടൈം, അതിന് കുറച്ച് സമയമൊക്കെ എടുക്കുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ നമ്മള് പേര് വെട്ടിയാലും ചിലപ്പോ വൈകുന്നേരമൊക്കെ ആയിട്ടാണ് കെട്ടുന്നിടയ്ക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത് പക്ഷേ ഈ ഡിസാസ്റ്റർ സമയത്ത് അങ്ങനെ പറ്റില്ല. As soon as possible the procedure should be simplified. വളരെ ലഘുവായ രീതിയിൽ ഈ ഡിസ്ചാർജ് എത്രയും കൂടുതൽ പേഷ്യൻസിനെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമോ it should be provided at a short notice. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഷോർട്ട് നോട്ടീസിലാണ് ഡിസ്ചാർജ് പ്രൊസീജിയർ നമ്മൾ നടത്തേണ്ടതാണെന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് a team of doctors have the responsibility. അതായത് ആരെയൊക്കെ ഡിസ്ചാർജ് ചെയ്യണം, എന്താണ് അവരുടെ ഡിസ്ചാർജിന്റെ സമയത്തുള്ള ഡിസ്ചാർജ് ഡോക്യുമെന്റുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങള്, പിന്നെ എപ്പോഴാണ് ഫോളോ അപ്പിന് വേണ്ടി വരേണ്ടത്, ചെക്കപ്പിനൊക്കെ വേണ്ടി വരേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്ത് അത് അവരെ അറിയിക്കാൻ there should be a team of doctors. അവരുടെ റെസ്പോൺസിബിലിറ്റി ആണത്. ഒരു ടീം അതിനു വേണ്ടി ഉണ്ടായിരിക്കണം. അപ്പൊ ഓരോന്നിനും ടീമുണ്ട്. അപ്പൊ ഈ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് നടത്താനും അവരോട് ഇനി അടുത്ത ചെക്കപ്പിന് എന്ന് വരണം, നിങ്ങളുടെ ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് അവരെ ക്ലിയർ ഔട്ട് ചെയ്യാനായിട്ടുള്ള ഡോക്യുമെന്റ്സ് തയ്യാറാക്കണം. അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ടീം ഓഫ് ഡോക്ടേഴ്സിനെ മാറ്റി വയ്ക്കാം. അപ്പൊ ഇതൊക്കെ അവർ ചെയ്തു. മനസ്സിലാക്കും. ഓരോ ടീമിലും they have their own responsibility. എല്ലാവരും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി ചെയ്താൽ ഈ എത്ര വലിയ ഡിസാസ്റ്റേഴ്സ് വന്നാലും അത് ഹോസ്പിറ്റലിന്റെ സാധാ ഫംഗ്ഷനിങ്ങിനെ, ഓപ്പറേഷൻസിനെ അത് ബാധിക്കില്ല. ബിക്കോസ് ദേ ആർ വെൽ പ്രിപ്പയർഡ്. കാരണം എന്താ, വളരെ പ്രിപ്പയർഡ് ആണ്. അവരുടെ പ്ലാൻ പക്കയാണ്. അവർ നേരത്തെ കൂട്ടി എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ട് who should act in this area. ഈ ഏരിയയിൽ ആര് പ്രവർത്തിക്കണം, ഈ ഏരിയ ക്ലിയർ ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്. അങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ച് ഓരോ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കൂടി കിടന്ന് ഏതെങ്കിലും ഒരു വലിയ ജോലി എല്ലാം കൂടി കിടന്ന് കെട്ടിമറിഞ്ഞ് ചെയ്യുന്നതിനേക്കാൾ ഭേദം വലിയ വലിയ ജോലികളാണെങ്കിൽ അതിങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് കുറച്ച് ആളുകളിൽ കൊടുക്കുമ്പോൾ ബെറ്റർ, അതിന്റെ റിസൾട്ട് നല്ല ബെറ്റർ ആയിരിക്കും, ബെസ്റ്റ് ആയിരിക്കും, അല്ലേ? അങ്ങനെയല്ലേ? നമ്മുടെ വീടുകളിലാണെങ്കിലും എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വയ്ക്കുകയാണെങ്കിലും വലിയ ഫംഗ്ഷൻ വയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എല്ലാം കൂടി ഒരാൾ ഉത്തരവാദിത്തം അങ്ങനെ തലയിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ അവര് കുറെ മെന്റൽ സ്ട്രെസ് അനുഭവിക്കേണ്ടി വരും. അങ്ങോട്ടുകൂടി ഇങ്ങോട്ടുകൂടി ഒന്നുമില്ലാണ്ട് കാര്യങ്ങൾ ചെയ്ത് ഫിസിക്കലിയും ഡൗൺ ആവും, മെന്റലി ഡൗൺ ആവും. അതിൽ പകരം ഇതെല്ലാം ഒരാളെ ഏൽപ്പിക്കേണ്ട, എന്ത് ചെയ്യണം, അത് ഡിവൈഡ് ചെയ്തെടുക്കുക, അല്ലെ? അച്ഛനും അമ്മയും മക്കളൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് തരുന്ന കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, അച്ഛൻ ഞാൻ നോക്കിക്കോളാം, അല്ലെ? അങ്ങനെയൊക്കെ പറഞ്ഞ് സിംപ്ലിഫൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അതെ അങ്ങനെ കൊടുക്കുമ്പോ ഇറ്റ് വിൽ ബി വെരി ഈസി
ടു ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ്. ഇറ്റ് വിൽ ബി കംഫർട്ടബിൾ ടു ഓൾ, എല്ലാവർക്കും കംഫർട്ടബിൾ ആയിരിക്കും. ആൻഡ് ഓൾസോ അത് എല്ലാവരെയും ഫ്രീ ഓഫ് മൈൻഡ്, അല്ലെ, മനസ്സൊക്കെ അങ്ങനെ എന്താ പറയാ ഭയങ്കര ഭാരമൊക്കെ ഇല്ലാണ്ട് നടത്താൻ പറ്റും. ഇതെല്ലാ ചുമതലയും കൂടി ഒരാളുടെ തലയിലോട്ട് വരുമ്പോഴാ പ്രശ്നമാണ്. അത് നമുക്ക് ഒരു വീടൊക്കെ മാനേജ് ചെയ്യുന്ന നമുക്ക് ഇതൊക്കെ പറഞ്ഞാൽ മതിയൊക്കെ മനസ്സിലാകും, അല്ലെ. ഇതെല്ലാം എന്റെ തലയിലാണല്ലോ, ഞാനാണ് മുഴുവനും കിടന്ന് ചെയ്യുന്നത്. ഇത് ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ, അല്ലെ, അത് ശരിയായ കാര്യമാണ്. കാരണം വെദർ ഇവിടെ ദർ ഈസ് നോ ഡിസ്ക്രിമിനേഷൻ, ഇവിടെ യാതൊരു തരത്തിലുള്ള വിവേചനമൊന്നുമില്ല. മനുഷ്യന്മാരെങ്ങനെ ജനിക്കുന്നത് ആണായിട്ടും പെണ്ണായിട്ടൊക്കെ ജനിക്കുമ്പോ there is no discrimination. അതൊരു എന്താ പറയാ വേരിയേഷൻ റിഗാർഡിംഗ് ദർ സെക്സ്, അത് മാത്രമേ ഉള്ളൂ. അതേസമയം ചെയ്യേണ്ട ജോലികൾ ആണുങ്ങൾ ചെയ്യുന്നതായിക്കോട്ടെ അങ്ങനെയൊന്നുമില്ല, അല്ലെ. സ്ത്രീകൾ ചെയ്യേണ്ടത് പെണ്ണുങ്ങൾ ചെയ്യേണ്ടത്, ആണുങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും എല്ലാം ചെയ്യാം എന്ന് ഒരുപാട് പേര് തെളിയിച്ചിട്ടുണ്ട്, അല്ലെ. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും, ജോലികളിൽ ഏർപ്പെടുമ്പോൾ എവറി വർക്ക്, എല്ലാ വർക്കുകളും. അപ്പൊ അതുകൊണ്ട് ദർ ഇസ് നോ ഡിസ്ക്രിമിനേഷൻ. അതുകൊണ്ടാണ് ആ ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല. പണ്ടൊക്കെ അതൊക്കെ നിലനിന്നിരുന്നു, അല്ലെ. സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പാടില്ല, അവർ വീടിനകത്തുള്ള ജോലികൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെ. പക്ഷെ ഒരുപാട് കാലങ്ങളൊക്കെ കാലങ്ങൾ മാറി വന്നു കഴിഞ്ഞപ്പോ എല്ലാവർക്കും ലോ ഒക്കെ ഒരുപോലെയാണ്, നിയമങ്ങൾ ഒരുപോലെയാണ്, അല്ലെ. എല്ലാവർക്കും കിട്ടുന്ന വേജസ്, സാലറി ഒക്കെ, അതിലും ദർ ഇസ് നോ ഡിസ്ക്രിമിനേഷൻ. ഒരേ ഇതില് റേഞ്ച് എന്താ പറയാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഒരേ രീതിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരുപോലെ സാലറി കൊടുക്കുന്നു, അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്. അത് ഒരാൾക്ക് ഇത്ര രൂപ, ഒരാൾക്ക് മറ്റൊരു രൂപ, അങ്ങനെയല്ല കൊടുക്കുക. ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവരുടെ സ്കിൽ ആൻഡ് കഴിവുകളൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടൊക്കെയാണ്. അതുപോലെ തന്നെ അപ്പൊ ഇവിടെയും എന്ത് ചെയ്യുന്നു, ഓരോ ഗ്രൂപ്പിന് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ they can do it. അവർക്ക് വളരെ കറക്റ്റ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ നമ്മള് ഇവിടെ ഒരു സെന്റൻസ് ഉണ്ട്. എ ടീം ഓഫ് 2 or 3 doctors can be formed with responsibility for decision making, discharge, documentation and follow up checkup. ആ ഒരു സെന്റൻസ് ഒന്ന് നമ്മൾ ചെയ്തേക്കാം. ഓക്കെ, യെസ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈ പ്ലാനിൽ നമ്മൾ അവിടെ അഡ്മിറ്റഡ് ആയിരിക്കുന്ന പേഷ്യൻസിനെ നമ്മൾ ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്യാൻ, ട്രാൻസ്ഫർ ചെയ്യാനുള്ള അത്തരം കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സിൽ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് ദെയർ റെസ്പോൺസിബിലിറ്റി. അവരെയാണ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഡിസിഷൻ മേക്കിങ്ങിനും ആരെയൊക്കെ ഡിസ്ചാർജ് ചെയ്യണമെന്നും, അത് ഈ ഡിസാസ്റ്ററിൽ കൊണ്ടുവരുന്ന കാഷ്വാലിറ്റീസ് ഉണ്ടെങ്കിൽ അവരെയും അങ്ങനെ തന്നെ, എന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല, അവരെ നമുക്ക് വീടുകളിലേക്ക് വിടാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹോസ്പിറ്റൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അങ്ങനെ. അപ്പൊ ഈ കൊണ്ടുവരുന്നവരെ, ഈ ഡിസാസ്റ്ററിൽ കൊണ്ടുവരുന്നവരെയും വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. കാരണം ഈ ഡോക്ടേഴ്സ് അവര് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല, എന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്ക് അത്രയും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഈ ടീം ഓഫ് ഡോക്ടേഴ്സിന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് പ്രത്യേകത. ഓക്കെ, ആൻഡ് ഓൾസോ നമ്മളപ്പോ ട്രാൻസ്ഫർ ചെയ്യും, ഡിസ്ചാർജ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. വെൻ ദേ ആർ ട്രാൻസ്ഫറിംഗ് ദ പേഷ്യൻസ് ടു അതർ ഹോസ്പിറ്റൽസ് ഓർ ഹോംസ്, മറ്റ് ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ മറ്റ് അവരവരുടെ വീടുകളിലേക്കോ വിടണമെങ്കിൽ ഇവരെ എന്ത് ചെയ്യണം, ഇവരുടെ അസുഖങ്ങളൊന്നും പൂർണ്ണമായി ഭേദമായിട്ടില്ല, ഡിസ്ചാർജ് ചെയ്യുന്ന പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുന്നവരെ അപ്പൊ എന്ത് ചെയ്യണം, അവരവിടെ കൊണ്ടുപോകാനുള്ള ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റീസും അതുപോലെ തന്നെ അറേഞ്ച് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റൽസിൽ ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് ആംബുലൻസുകളൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലെ. കൂടുതൽ ആംബുലൻസുകൾ മറ്റു ഹോസ്പിറ്റൽസിൽ നിന്ന് അവൈലബിൾ ആണെങ്കിൽ അത് നമ്മൾ വിളിച്ചു വരുത്തണം. ആൻഡ് ഓൾസോ പ്രൈവറ്റ് വെഹിക്കിൾസ് ഓൾസോ ക്യാൻ ബി യൂസ്. പ്രൈവറ്റ് വെഹിക്കിൾസ് നമുക്ക് അതിന് വേണ്ടി ഉപയോഗിക്കാം. കാറുകളായിക്കോട്ടെ, മറ്റേത് തരത്തിലുള്ള വാഹനങ്ങളാണോ അത് ഉപയോഗിക്കാം. പിന്നെ ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളുണ്ട്, വോളണ്ടറി ഏജൻസീസ്. എന്റെ പേരാണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത്, ഇല്ലേ? ആണ് വോളണ്ടറി ഏജൻസീസ്, സന്നദ്ധ സംഘടനകൾ. ഇത്തരം പ്രത്യേക അവസരങ്ങളിൽ ഏറ്റവും പെട്ടെന്ന് ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്ത് പെട്ടെന്ന് വന്ന് ആ ഒരു കാര്യങ്ങളെല്ലാം വന്ന് കൃത്യമായി ചെയ്യുന്ന ആൾക്കാർ, സന്നദ്ധ സംഘടനകൾ. നമ്മളുടെ ഡിസാസ്റ്ററിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായ കാര്യം. അതിലൊരു കാര്യമായിരുന്നു വെള്ളപ്പൊക്കത്തിൽ നമ്മളെ സഹായിക്കാൻ വന്ന ഈ മത്സ്യബന്ധനത്തിനൊക്കെ പോകുന്ന, കടലിൽ പോകുന്ന വലിയ വള്ളവും ഒക്കെ വെച്ചിട്ട് പോകുന്ന ബോട്ടൊക്കെ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിനൊക്കെ കടലിലൊക്കെ പോയില്ലേ, അങ്ങനെയുള്ളവര് അവര് ഒരു സംഘടനയായിട്ട് വന്ന് ഇത്തരം സിറ്റുവേഷൻസിനെ നല്ല രീതിയിൽ അവർ ഹാൻഡിൽ ചെയ്തു. അവരുടെ ബോട്ടോ അല്ലെങ്കിൽ മറ്റ് എന്താ പറയുക ഉപാധികളൊക്കെ ഉപയോഗിച്ച് ആളുകളെ
വലിയ വലിയ കെട്ടിടത്തിന്റെ മുകളിലൊക്കെ പെട്ടുപോയവരൊക്കെ ഒറ്റപ്പെട്ടു പോയവരൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ കൊണ്ട് രക്ഷിച്ച് ആളുകൾ എല്ലാവർക്കും ഒരു സ്ഥലത്ത് കിടക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ കൊണ്ടുപോയവരും അല്ലെ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള സന്നദ്ധ സംഘടനകളൊക്കെ ഓൾറെഡി ഉണ്ടായിരിക്കും. അപ്പൊ മേക്ക് യൂസ് ഓഫ് സച്ച് വെഹിക്കിൾസ്. അവരൊക്കെ കൂടി സംഘടിച്ച് അവരുടെ അവൈലബിൾ ആകുന്ന പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നേരിടുന്ന ആൾക്കാരെ കൊണ്ടുപോകാനാണ്. അവർക്ക് സ്വന്തമായിട്ട് കാർ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. അടുത്തുള്ള ആളുകളോട് ചോദിച്ച് വേഗം തന്നെ ഇത്തരം ആളുകളെ വേഗം തന്നെ കൊണ്ടുപോകാനുള്ള അത്തരം ഏജൻസീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എല്ലാവരും മേക്ക് യൂസ് ചെയ്യണമെന്നാണ്. ട്രാൻസ്പോർട്ടിങ് കാഷ്വാലിറ്റീസ് ടു ഹോംസ് ഓർ ടു ഹോസ്പിറ്റൽസിലേക്കോ വീടുകളിലേക്കോ ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? ആ പാരഗ്രാഫ് ഫുൾ അണ്ടർലൈൻ ചെയ്യാനുള്ളതാണ് കേട്ടോ. ക്ലിയർ അല്ലേ? പോയി എല്ലാവരും ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് തോന്നുന്നത്. ഹലോ ഇവിടെ ഉണ്ടാ? ഞാൻ വിചാരിച്ചേ ആരും യെസും നോ പറയുന്നില്ല, അതുകൊണ്ടാ. ക്ലിയർ ആയോ ആ പാരഗ്രാഫ്? ആ 2 സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. യെസ്, okay. Then next it is about the communication system of hospitals. See, നമുക്കറിയാം, when a disaster occurs, there will be a rush of casualties and also a rush of many phone calls. അല്ലെ, നമുക്ക് ഒരു ഡിസാസ്റ്റർ ഒക്കെ occur ചെയ്യുമ്പോൾ എന്താ പറയുക, ഒരുപാട് പേഷ്യൻസിനെയും കൊണ്ട് ഇങ്ങനെ ഒത്തിരി വാഹനങ്ങളൊക്കെ ഹോസ്പിറ്റലിന്റെ ഗേറ്റിലൊക്കെ നടന്നുകൊണ്ട് വരും. കൂടാതെ അതിനോടൊപ്പം ഒരുപാട് ആൾക്കാർ വരും. ഇനി ഒരുപാട് ആൾക്കാർ വന്നാൽ മാത്രമല്ല, ഇവര് കുറെ കാര്യങ്ങൾ ചോദിക്കുകയും പറയാനൊക്കെ വരും. ഫോൺ കോളുകൾ വരും. എല്ലാം ഹോസ്പിറ്റലിന്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മൊത്തം എൻഗേജ്ഡ് ആയി, അല്ലെ? സാധാരണഗതിയിൽ അങ്ങനെയല്ലേ വരിക. അതെന്ന് വെച്ചാൽ അവിടുത്തെ കോഡ് എവിടെയാണ് നടന്നത്, ഇതാണ് സ്ഥലം, ഇവിടെ ഞങ്ങളുടെ സ്വന്തക്കാരൊക്കെ ചിലപ്പോൾ വേറെ സ്ഥലത്തായിരിക്കും, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്താണ്. നമ്മളിലൊക്കെ ഇതേപോലെ തന്നെ സംഭവിച്ചതാണ്. ഡിസാസ്റ്റർ ഉണ്ടായി, വെള്ളപ്പൊക്കം വന്നു, നമ്മളൊക്കെ ഫോണും കുറച്ചൊക്കെ ഓഫായി പോയി. ആളുകളെയൊക്കെ ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഉള്ള ആളുകളെ ഇന്ന സ്ഥലത്തേക്ക് പാർപ്പിച്ചു. അങ്ങനെ കുറെ ആളുകൾ ഇന്ന സ്ഥലത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് അറിയാം. നമ്മളൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നു അവസാനം. സ്കൂളുകളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിച്ച് എന്താ പറയാ, ഹോസ്പിറ്റലിൽ സാധാരണ നമ്മള് അസുഖം നല്ല പോകാറ്. പക്ഷെ ഇത് ഹോസ്പിറ്റൽസിലേക്ക് മീൻസ് ആളുകള് പിന്നെ ഈ പറയുന്ന പോലെ നമ്മളുടെ കൂടെയൊക്കെ ചിലപ്പോ വയസ്സായവര്, പ്രായം ചെന്നവരൊക്കെ വല്ലതൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ അവർക്ക് അതൊന്നും എന്താ പറയാ, നമുക്ക് എന്താ ചെയ്യട്ടെ, വെള്ളപ്പൊക്കത്തില് എന്താ പറയാ എല്ലാം മുങ്ങിപ്പോയി. ഇപ്പൊ ചിലപ്പോ മരുന്നൊക്കെ ചിലപ്പോൾ നേരത്തെ എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ മരുന്നൊക്കെ വെള്ളത്തിൽ പോയിട്ടുണ്ടാകും. അവർക്ക് റെഗുലറായിട്ട് കഴിക്കുന്ന മരുന്നുകളൊക്കെ പോയിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി ആളുകളൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. അപ്പൊ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോ ചിലപ്പോ വരാന്തയിലായിരിക്കാം, ചിലര് റൂമായിട്ട് എടുത്തു. അവിടെ അവൈലബിൾ ആയിരുന്നെങ്കിൽ റൂമിൽ തന്നെ കുറച്ചധികം പേര്, 2 പേർക്ക് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന മുറിക്കാത്ത ഒരു 10-15 പേരൊക്കെ ഇരുന്നു. നേരത്തെ നമുക്കൊന്ന് നേരെ വെളുപ്പിച്ചൊക്കെ കിട്ടിയാൽ മതി, അത്രേ ഉള്ളായിരുന്നു. അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ എന്താ പറയാ, ആളുകളൊക്കെ ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കും. ഹോസ്പിറ്റൽസിലേക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ കൂടുതലൊക്കെ വരിക. ഇന്ന ഹോസ്പിറ്റലിൽ നമ്മുടെ ഇന്ന ആൾക്കാര് അവിടെ എത്തിയിട്ടുണ്ടോ, അത് ഇതൊക്കെ. അപ്പൊ സോ ഇറ്റ് വിൽ ബി എൻഗേജ്ഡ് എവറി ടൈം. ഇറ്റ് വിൽ ബി എൻഗേജ്ഡ്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മൊത്തം എൻഗേജ്ഡ് ആയിരിക്കും. അപ്പൊ ഡിസാസ്റ്റർ പ്ലാനില് നമുക്ക് എന്താ പറയാ, ഇതുപോലുള്ള കമ്മ്യൂണിക്കേഷൻ, ഒരു പ്രോംപ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ദർ. നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടായിരിക്കണം. നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇഫ് ദേ ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് സംതിങ്, അതൊക്കെ ഒരു ഡിപ്പാർട്ട്മെന്റുകളായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ഡിസാസ്റ്റർ പ്ലാനിൽ നമ്മൾ ഉൾപ്പെടുത്തണം. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വേണം. ഇപ്പൊ എന്താ പറയാ, ഇന്റർകോം ഫെസിലിറ്റീസ് ഒക്കെ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി പറയാനൊന്നും സമയമില്ല. പേഴ്സണൽസ്, ജോലിക്കാരൊക്കെ പലതിലും എൻഗേജ്ഡ് ആണ്. അപ്പൊ പോയി പറയാനോ അവിടെ എത്തിയിട്ട് കാര്യങ്ങൾ അറിയിക്കാനോ ചിലപ്പോ സമയം കിട്ടിയില്ല. അപ്പൊ അത്തരം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഷുഡ് ബി ദർ. ഇനി ചിലപ്പോഴൊക്കെ മൊത്തത്തില് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഫെയിലിയർ ആയി പോകും, അങ്ങനെയും സാധ്യതയുണ്ട്. ആൻഡ് ഓൾസോ സംടൈംസ് ദ ലൈൻസ് ഗെറ്റ് ബിസി. എല്ലാ ലൈനും ബിസി ആയി പോകും. എല്ലാവരും കൂടി ഇങ്ങനെ ഇതായി വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അതൊക്കെ കുറെ അധികം നേരത്തേക്ക് അതിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മെസ്സഞ്ചർ പേഴ്സണൽ ഇത്, അതായത് ഈ പല കാര്യങ്ങളും മെസ്സേജസ് ആയിട്ട് മറ്റുള്ളവരെയൊക്കെ അറിയിക്കാൻ പറ്റുന്ന ജോലിക്കാരെ, അത് അത്രയും നല്ല രീതിയിൽ അത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ എല്ലാ ഏരിയാസിലും നമുക്ക് വേണം. അത് ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻസിനെ വേണ്ടിയിട്ടാണ്.
സ്മൂത്ത് ആയിട്ടുള്ള ഫംഗ്ഷനിങ് വേണ്ടിയിട്ടാണ്. ദാറ്റ് മീൻസ് ഒരു ഗുഡ് മെസ്സഞ്ചർ സിസ്റ്റം ഷുഡ് ബി ദർ. നല്ലൊരു മെസ്സഞ്ചർ സിസ്റ്റം വേണം. അത് സാധാ സിസ്റ്റം ഇല്ല, അതിന്റെ അഭാവത്തിൽ അല്ലെങ്കിൽ ഇൻ ദ ആബ്സെൻസ് അല്ലെങ്കിൽ ഫോർ എൻഗേജ്ഡ് ഫോർ എ ലോങ്ങർ പീരീഡ്, ഒരുപാട് സമയത്തെ നേരത്തേക്ക് അതൊക്കെ എൻഗേജ്ഡ് ആയി പോകുമ്പോൾ ഒരു ഓപ്ഷൻ ഇതുപോലുള്ള പേഴ്സണൽസ് ചില ആളുകളെ കാര്യങ്ങൾ അറിയിക്കാനായിട്ട് മെസ്സഞ്ചേഴ്സ് ആയിട്ട് അറിയിക്കാനായിട്ടുള്ള ഒരു ഫെസിലിറ്റിയും പ്ലാനിൽ നമ്മൾ ഉൾപ്പെടുത്തണം. അതാണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെ കുറിച്ച് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായല്ലോ? ആ ഫസ്റ്റ് സെന്റൻസ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. Continuous internal communication between all departments as well as means of prompt communications with outside agencies ensures smooth management of the disaster plan. Underline ചെയ്തോ? Yes. Next, medical supplies. Medical supply means all the supplies. It's the most important part. For disaster preparedness, effective to make the disaster plan more effective, more relief effort. അതായത് നല്ല രീതിയിൽ ആശ്വാസം നൽകാനും ഡിസാസ്റ്ററിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്രിപ്പയർനെസ്സിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെഡിക്കൽ സപ്ലൈ മാനേജ്മെന്റ്. എന്തൊക്കെ ഹോസ്പിറ്റലില് ഡ്രഗ്സ് ആയിട്ടും മറ്റ് എക്യുപ്മെന്റുകളായിട്ടും മറ്റ് സപ്ലൈസ് ആയിട്ടും എന്തൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നോ അതിനെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അതാണ് മെഡിക്കൽ സപ്ലൈ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അല്ലെ? എവറിത്തിങ്, എന്തൊക്കെ സപ്ലൈസ് ആണ് നമുക്ക് എമർജൻസി ആയിട്ട് ആവശ്യമുള്ളത്, അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും, ഇതൊക്കെ നമ്മുടെ പ്ലാനിൽ ഉൾപ്പെടുത്തണം. ഇപ്പൊ ഇഫ് സംതിങ് ഹാപ്പൻസ്, ഇന്ന രീതിയിലുള്ള മരുന്നുകൾ നമുക്ക് കിട്ടാൻ പറ്റുന്ന, ലഭ്യമാകുന്ന, സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആളുകളെ നമ്മൾ നേരത്തെ തന്നെ കൊണ്ടുവയ്ക്കണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. അതാണ് എല്ലാ സപ്ലൈസും എമർജൻസി ആയിട്ട് എവിടെയാണ് നമുക്ക് കിട്ടുക എന്നുള്ളത്. അല്ലെ? നമുക്കറിയാം ഡ്യൂറിംഗ് ദ ഡിസാസ്റ്റർ ദ മാഗ്നിറ്റ്യൂഡ്, ദ നെസസിറ്റി ഓഫ് സച്ച് ഡ്രഗ്സ് ഓർ സപ്ലൈസ് വിൽ ബി ലാർജ്. ഇതിന്റെയൊക്കെ ആവശ്യം ഭയങ്കര കൂടുതലായിരിക്കും, മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. പക്ഷെ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഭയങ്കര വലുതായിരിക്കും. ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് മെഡിക്കൽ സപ്ലൈസ് വിൽ ബി നീഡഡ് ഓർ റിക്വയർഡ് അർജന്റ്ലി. വളരെ എമർജൻസി ആയിട്ട് ഒരുപാട് മെഡിക്കൽ സപ്ലൈസ് നമുക്ക് കിട്ടേണ്ടി വരും കാരണം ഡിസാസ്റ്ററിൽ. സോ ഇറ്റ് ഷുഡ് ബി അവൈലബിൾ ഫ്രം അസിസ്റ്റഡ് ഫ്രം നിയർ ബൈ ഏരിയാസ്, അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന്, മറ്റ് ഏരിയാസ് നിന്ന് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക, അതൊക്കെ നമ്മൾ നേരത്തെ കൂട്ടി പ്ലാനിൽ ഉൾപ്പെടുത്തണം. എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് ഇത് നമ്മൾ നേരത്തെ കൂട്ടി ചിന്തിച്ചില്ല എങ്കിൽ, ഇഫ് ദ ലാക്ക് ഓഫ് ഫോർത്തോട്ട് ഇൻ പ്ലാനിങ്, ഇതൊക്കെ നമ്മൾ പ്ലാനില് നേരത്തെ കൂട്ടി ചിന്തിച്ച് മനസ്സിലാക്കി വെച്ചില്ല എങ്കിൽ, ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കാര്യം, അതായത് ഡിസാസ്റ്ററിന്റെ മാനേജ്മെന്റിനെ കുറിച്ച് നല്ല രീതിയിൽ നമ്മൾ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ എന്തായിരിക്കും ഉണ്ടാകുക? സഹായമായിട്ട് നോക്കിക്കാനേ പറ്റുള്ളൂ. അതായത് എന്താ പറയാ, അവരുടെ അവൈലബിൾ ആയിട്ടുള്ള ആ എന്താ പറയാ റിസോഴ്സസ് ഒക്കെ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇറ്റ് വിൽ ക്രിയേറ്റ് കൺഫ്യൂഷൻസ്, പാനിക് സിറ്റുവേഷൻസ്. ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെയോ ആളുകൾ കൺഫ്യൂസ്ഡ് ആകും, അവിടെ ഒരു വലിയ പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. ബിക്കോസ് ദേ ഹാവ് നോ റിസോഴ്സസ് ഓർ മെഡിക്കൽ സപ്ലൈസ്. അപ്പൊ എന്ത് കാര്യമാണെങ്കിലും കൃത്യമായിട്ട് നേരത്തെ പ്ലാൻ ചെയ്താൽ മാത്രമാണ് വി ആർ പ്രിപ്പയർഡ്. നമുക്ക് പ്രിപ്പയർഡ് ആണ്, നമുക്ക് ഇതൊന്നും വലിയ പ്രശ്നമല്ല, ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഹാൻഡിൽ ചെയ്യും എന്നുള്ള ഒരു ഉറച്ച ഒരു രീതിയിൽ നിൽക്കാൻ ഹോസ്പിറ്റൽസിന് പറ്റുന്നു. പക്ഷെ ഇതിന്റെ അഭാവമാണെങ്കിൽ എന്തുണ്ടായിട്ട് ഹെൽപ്ലെസ് അല്ലെ? അതന്നെ ട്രീറ്റ്മെന്റിനെ ബാധിക്കും. അതാണ്. അപ്പൊ അതൊക്കെ നേരത്തെ കൂട്ടി എസ്റ്റിമേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനെയാണ്. അപ്പൊ മെഡിക്കൽ സപ്ലൈസ് അത്രയേ ഉള്ളൂ. മെഡിക്കൽ സപ്ലൈസിനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് അത് ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്ത കേട്ടോ. മെഡിക്കൽ സപ്ലൈ മാനേജ്മെന്റ് ഇസ് എ ക്രിട്ടിക്കൽ പാർട്ട് ഓഫ് ബോത്ത് ഓവറോൾ ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് ആൻഡ് ഇഫക്റ്റീവ് റിലീഫ് കൺട്രോൾ, റിലീഫ് എഫേർട്സ്. അണ്ടർലൈൻ ചെയ്തോ? യെസ്.
then at the time of disaster, the hospitals have to use different types of medical supplies, equipments, etc. അല്ലെ, നമുക്കറിയാം ഹോസ്പിറ്റൽസിൽ ഡിസാസ്റ്ററിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ആ പ്ലാനിങ്ങിൽ നമുക്കറിയാം ഒരുപാട് മെഡിക്കൽ സപ്ലൈസ് നമുക്ക് ആവശ്യം വരും, ഒരുപാട് എക്യുപ്മെന്റുകൾ ആവശ്യം വരും, അല്ലെ, ഡ്രഗ്സ് ആവശ്യം വരും, ഒരുപാട് കാര്യങ്ങളൊക്കെ ആവശ്യം വരും. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ക്ലാസിഫൈഡ് ആസ് സ്റ്റോർസ്. ചില ഇത്തരം സ്റ്റോർ അല്ലെ നമ്മൾ സ്റ്റോർ ചെയ്യേണ്ട, സ്റ്റോക്ക് ചെയ്യേണ്ട ഡ്രഗ്സും അതുപോലെ മറ്റ് എക്യുപ്മെന്റ്സും ഫാർമാസ്യൂട്ടിക്കൽ ഉപകരണങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ പ്ലാനിൽ ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടി അങ്ങോട്ട് ഒരുമിച്ച് എവിടെയെങ്കിലും കൂട്ടിയിടുകയല്ല ചെയ്യുന്നത്. സോ ഇറ്റ് ഷുഡ് ബി അറേഞ്ച്ഡ് സിസ്റ്റമാറ്റിക്കലി. ഇത് പെട്ടെന്ന് നമുക്ക് എടുക്കാനും ഉപയോഗിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ അതൊരു പ്രത്യേക രീതിയിൽ നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യണം, അല്ലെ. അതായത് അതൊരു കൺട്രോൾ രൂപത്തിൽ നമുക്കത് എടുക്കാനും അതുപോലെ തന്നെ അതിനെ എത്ര വേണം, അത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ സ്റ്റോഴ്സ്, ദാറ്റ് മീൻസ് ദ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ്, ഹോസ്പിറ്റൽസിലെ മെഡിക്കൽ സപ്ലൈസും അതുപോലെ തന്നെ മെഡിക്കൽ എക്യുപ്മെന്റ്സുകളും ഒക്കെ തന്നെ പല കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ സ്റ്റോഴ്സ് ആൻഡ് മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്താണെന്നാണ് ഇനി പറയുന്നത്. ഏതൊക്കെ രീതിയിലാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റോഴ്സ് ആൻഡ് മെറ്റീരിയൽസ്? ഡിസാസ്റ്ററിൽ ഉപയോഗിക്കേണ്ട മെഡിസിൻസ് ആയിക്കോട്ടെ, മറ്റ് ഫാർമാസ്യൂട്ടിക്കൽ ഉപകരണങ്ങളോ അല്ലെങ്കിൽ എന്താ പറയാ ഡ്രഗ്സോ എന്തോ ആയിക്കോട്ടെ, ഇതെങ്ങനെയൊക്കെ പ്രത്യേക രീതിയിൽ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ കാറ്റഗറൈസേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, മെഡിസിൻസ്, ഡ്രഗ്സ് ആൻഡ് ഫാർമാസ്യൂട്ടിക്കൽസ്. അതൊരു ഗ്രൂപ്പ്. അതായത് മെഡിസിൻസും ഡ്രഗ്സും ഫാർമാസ്യൂട്ടിക്കൽസ് ഒക്കെ ഒരു ഗ്രൂപ്പ്. അപ്പൊ നമുക്ക് എടുക്കാം, അതിന്റെ സപ്ലൈ അത് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് കിട്ടട്ടെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുമിച്ച് നമുക്ക് അതിനെ കുറിച്ച് മാനേജ് ചെയ്യാൻ പറ്റും. അതാണ്. അപ്പൊ അത് ഒറ്റയ്ക്ക് ഒരുമിച്ച് ഒരു ഗ്രൂപ്പ്. നെക്സ്റ്റ് വൺ, സർജിക്കൽ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. നമ്മുടെ സർജറി ഒക്കെ വരുമ്പോ അതിനുപയോഗിക്കേണ്ട ചില ഡ്രസ്സിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. ലൈക്ക് ഗോസ് കോട്ടൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയാ ഈ ഇങ്ങനെ നെയ്തൊക്കെ ഒരു തരം തുണിയില്ലേ, പല പോലെ ഇരിക്കുന്ന പഞ്ഞിയൊക്കെ വെച്ചിട്ട് അതിന്റെ മുകളിൽ കൂടി ഇങ്ങനെ ഡ്രസ് ചെയ്തിട്ട് അത് കെട്ടൂലേ, അത് നെയ്തെടുത്ത ഒരു നെറ്റ് പോലെ ഇരിക്കുന്ന തുണി കണ്ടപ്പില്ലേ, നമ്മള് മുറിവൊക്കെ ഉണ്ടായി കഴിയുമ്പോ അവിടെ മരുന്നൊക്കെ വെച്ച് കോട്ടനൊക്കെ വെച്ചിട്ട് എങ്ങനെ കെട്ടുന്ന ഒരു തുണിയില്ലേ, ഗോസ് കോട്ടൺ. അതുപോലെ പോപ്രോൾസ് എന്ന് പറഞ്ഞാൽ കൈയും കാലൊക്കെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് വെക്കില്ലേ, ആ സാധനം അങ്ങനെയുള്ളത്. പിന്നെ ബേൺ ഡ്രസ്സിങ്സ്, അതായത് പൊള്ളലൊക്കെ ഉണ്ടായിട്ട് അതിന് വേണ്ടിയിട്ട് വരുന്ന ഡ്രസ്സിംഗ് മെറ്റീരിയൽസ്. അപ്പൊ ഈ സർജിക്കൽ ഡ്രസ്സിംഗ് മെറ്റീരിയൽസ് എല്ലാം അതൊരു മനസ്സിലായ. അപ്പൊ ഇത് എളുപ്പമാണ് നമുക്ക്. പോപ്പിന്റെ ഫുൾ ഫോം പ്ലാസ്റ്റർ ഓഫ് പാരീസ് റോൾസ്, അതാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് റോൾസ് കേട്ടോ, POP. ഓക്കെ, അപ്പൊ ഡ്രസ്സിംഗ് മെറ്റീരിയൽസ്, ഗോസ് കോട്ടന്. പിന്നെ വേണ്ടത് അതൊക്കെ ഒരു ഗ്രൂപ്പായിട്ട്. അപ്പൊ മെഡിസിൻസ് ഏതാണ്? POP ആണ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ്. കണ്ടില്ലേ പ്ലാസ്റ്റർ ഓഫ് പാരീസ്? അതിങ്ങനെ ഒരു പൊടി പോലെ വന്നിട്ട് അത് പൊളിഞ്ഞു പോകും. അതിന്റെ റോളായിട്ട് വരലേന്ന് തോന്നുന്നു. പ്ലാസ്റ്റർ ഓഫ് പാരീസ്, PLASTER ഓഫ് പാരീസ്, അതാണ് പോപ്പ് റോൾസ് കേട്ടോ. പിന്നെ എന്താ? സ്ട്രെച്ചേഴ്സും സ്പ്ലിന്റ്സും ഒക്കെ. സ്ട്രെച്ചറും സ്പ്ലിന്റ് ഒക്കെ. സ്പ്ലിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയോ പറഞ്ഞതാ. സ്പ്ലിന്റ് എന്താ? ഇവിടെ ഈ ബോൺസ് ഒക്കെ എല്ലൊക്കെ ഇല്ലേ, ഇങ്ങനെ അകന്നു പോയി അല്ലെങ്കിൽ ഒടിഞ്ഞു അല്ലെങ്കിൽ എന്താ പറയാ ഡിസ്ലൊക്കേറ്റ് ആയി. അപ്പൊ ആ എന്താ പറയാ ബോൺസിനെ നമ്മൾ നേരെയാക്കാനോ ഒക്കെ ഉപയോഗിക്കുന്ന ചെറിയ ഒരു ട്യൂബ് ലൈറ്റ് ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, ഒരു എക്യുപ്മെന്റ് ആണ് കേട്ടോ. ആ ഒരു ട്യൂബ് ലൈറ്റ് എക്യുപ്മെന്റിന്റെ അത് ഫ്ലെക്സിബിൾ ആണ്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അനക്കാനൊക്കെ പറ്റുന്ന സാധനമാണ്. അപ്പൊ അത് വെച്ചിട്ടാണ് ഇവർ ഈ എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ബോൺസിനൊക്കെ എന്തെങ്കിലും എന്താ പറയാ ഒടിവോ ചതവോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ അതൊക്കെ ഒരു സ്ഥലത്ത്. ഓക്കെ, കാരണം സ്ട്രെച്ചേഴ്സിലൊക്കെ കൂടുതലും ആളുകൾക്ക് കയ്യോ കാലോ ഒക്കെ അങ്ങനെയൊക്കെയുള്ള വലിയ ഫ്രാക്ഷൻസ് ഒക്കെ ഉണ്ടാകുന്നവരെയാണ് കൊണ്ടുപോകുക അല്ലെ. അതാണ്. പിന്നെ ബ്ലാങ്കറ്റ്സും ബെഡ് ലിനനും, ബെഡ് ഉപയോഗിക്കുന്ന വിരിയോ ബ്ലാങ്കറ്റുകളോ അങ്ങനെയൊക്കെ അതൊരു ഗ്രൂപ്പ്. ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചാൽ ഇറ്റ് വിൽ ബി ഈസി ടു ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ്. എല്ലാം കൂടി കൊണ്ടുവന്ന ഡിസാസ്റ്റർ അല്ലേ, അപ്പൊ ഇതൊക്കെ വേണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി കൊണ്ടുവന്ന ഒരു സ്ഥലത്ത് കൂട്ടാതെ അത് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തൊക്കെ വെക്കുകയാണെങ്കിൽ ഇന്നതൊക്കെ ചിലർക്ക് ആവശ്യം വേണ്ടി വരും, ചിലർക്ക് ആ വിഭാഗം വേണ്ടി വരില്ല ചില കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി കുഴക്കാതിരിക്കാനാണ്. പിന്നെ മെഡിക്കൽ ഗ്യാസസ്, അതെ ഗ്യാസസ് നെസസറി ആണ്. ചിലപ്പോഴൊക്കെ ഓക്സിജൻ കൊടുക്കാനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പല ഗ്യാസസും മേബി നെസസറി. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതെ മെഡിക്കൽ ഗ്യാസ് വേണ്ടി വരും. IV ഫ്ലൂയിഡ്സ്, നമുക്കിങ്ങനെ
IV വെച്ചിട്ട് IV ക്യാബില വെച്ചിട്ട് ഇൻജെക്ട് ചെയ്യേണ്ട ചില ഇതൊക്കെയുണ്ടല്ലോ ഫ്ലൂയിഡുകളൊക്കെ, അത്. പിന്നെ എക്സ്റേ പ്ലേറ്റ്സ്, എക്സ്റേ എടുക്കാൻ വേണ്ടി വരുന്ന ആ ഷീറ്റില്ലേ, അത് വേണം. പിന്നെ മറ്റ് പല സാധനങ്ങൾ, മിസ്സലേനിയസ് എന്ന് പറഞ്ഞാൽ മറ്റ് ഇനം വിഭാഗത്തിലുള്ള കുറെ കാര്യങ്ങളൊക്കെ കൂടി ഒരുങ്ങും. അപ്പൊ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് എന്താ പറയാ ഡിസാസ്റ്ററിൽ വേണ്ടി വരുന്ന സപ്ലൈസ് ആൻഡ് മെറ്റീരിയൽസ്, മെഡിക്കൽ സപ്ലൈസും മെഡിക്കൽ മെറ്റീരിയൽസും ഒക്കെ നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെക്കാം. സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ സപ്ലൈ, എടുത്തു കൊടുക്കാനും അത് നമുക്ക് ആവശ്യപ്പെടാനും പ്രൊക്യൂർ ചെയ്യാനും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും ഒക്കെ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്താൽ. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ നിങ്ങള് ഇതിനകത്ത് എന്താ പറയാ, the stores can be broadly classified into following groups എന്ന് പറഞ്ഞല്ലോ, അത് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടാ. ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റോർസ്, അതില് മെഡിസിൻസ് എന്ന് പറയുന്ന ആ പോയിന്റ് തൊട്ട് മിസ്സലേനിയസ്. അതെ അതെ, അനലൈസ് ചെയ്യണം, ഇമ്പോർട്ടന്റ് ആണ്. So at this time, ഈ ഡിസാസ്റ്ററിന്റെ സമയത്ത് all the available resources, equipments, drugs should be gathered to meet such increased casualty patients. അതായത് ഇത്തരം സാഹചര്യങ്ങളിൽ പോലെ അധികമായിട്ട് വരുന്ന കാഷ്വാലിറ്റി പേഷ്യൻസിനെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവരെ നമ്മൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവൈലബിൾ ആകുന്ന സ്ഥലത്തൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന ലഭ്യമാകുന്ന സ്ഥലത്തൊക്കെ എന്ത് ചെയ്യണം, മെഡിക്കൽ സപ്ലൈസും ആവശ്യത്തിന് ഇതിന്റെയൊക്കെ സ്റ്റോക്കുകളും ഉണ്ടായിരിക്കും. ഇതിന്റെയൊക്കെ IP മുകളിൽ പറഞ്ഞ സാധനങ്ങളുടെയൊക്കെ സ്റ്റോക്ക് വേണോന്ന് മനസ്സിലായോ? അപ്പൊ അവിടെ ഇല്ലെങ്കിൽ തീരാറായെങ്കിൽ അടുത്തത് നമുക്ക് എവിടെ നിന്ന് ലഭ്യമാകും, അത് പ്ലാനിങ്ങിൽ ഉണ്ടാവണം. ഇന്ന ഹോസ്പിറ്റലിൽ നിന്ന് നമുക്കത് എടുക്കാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചാൽ, അല്ലാണ്ട് ആ സമയത്ത് ഓടിയാൽ മതി എന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ തരില്ല. നേരത്തെ പ്ലാനിൽ ഉൾപ്പെടുത്തണം. അവർ നമുക്ക് ആവശ്യം വന്നാൽ നമ്മളെ ഇതിന് ഇങ്ങനെ തന്ന് ഹെൽപ്പ് ചെയ്യണം, നമ്മള് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നമ്മൾ ഇത് തന്ന് ഹെൽപ്പ് ചെയ്യാം. സോ എന്താ പറയാ, ഒരു ഗിവ് ആൻഡ് ടേക്ക്, ഒരു അഡ്ജസ്റ്റ്മെന്റ് അവിടെ നടത്തി വെക്കണം. അത് നേരത്തെ പ്ലാനിൽ ഉൾപ്പെടുത്തുന്നതാണ്, അതല്ലാതെ ഓടിച്ചില്ല. ആൻഡ് മാത്രമല്ല, ഈ പറയുന്ന സപ്ലൈസ് അടുത്ത ഹോസ്പിറ്റൽസിൽ നിന്ന് സപ്ലൈ ചെയ്യുന്നത് കൂടാതെ ഒരു സെക്കൻഡറി മറ്റൊരു രീതിയിൽ എവിടെന്നെങ്കിലും ഒക്കെ കിട്ടാൻ പറ്റുവാണെങ്കിൽ അതും നമ്മള് നേരത്തെ കൂട്ടി ഐഡന്റിഫൈ ചെയ്യണം എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ഇനി അത് കൂടാതെ ചില സാധനങ്ങളൊക്കെ, സപ്ലൈസ് ഒക്കെ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്. മറ്റ് ഇപ്പൊ നേരത്തെ പറയാത്തതിനകത്ത് പെടാത്ത ചില കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ദൂരത്തുള്ളത് തന്നെയാണ്. ട്രീറ്റ്മെന്റ് ഓഫ് ബേൺസ്, അതായത് പൊള്ളല്, അതൊക്കെ ചിലപ്പോൾ തീവ്രതമായിട്ടുള്ള ഡിസാസ്റ്റർ ആയിരിക്കാം. അപ്പൊ അവിടെ പൊള്ളലാണ് കൂടുതൽ വന്നേക്കണേ, അല്ലാണ്ട് മറ്റ് ഇടി വീണിട്ടോ ഒക്കെ ഉള്ള ഇഞ്ചുറീസ് അല്ല. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടുള്ള ബേൺസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, മെറ്റീരിയൽസ്. ഇൻട്രാവീനസ് ഫ്ലൂയിഡ്സ്, വോളിയം എക്സ്പാൻഡേഴ്സ്, അതായത് നമ്മുടെ ഇൻട്രാവീനസ് IV-യില് കയറ്റി വിടുന്ന ഫ്ലൂയിഡുകൾ നേരത്തെ പറഞ്ഞതിൽ എന്നുള്ളതാണ്. അനൽജസ്റ്റിക്സ് ആൻഡ് ഹിപ്നോട്ടിക്സ്, അതായത് നമ്മുടെ ഹിപ്നോട്ടിസത്തിനും അതുപോലെ തന്നെ വേദന സംഹാരിയാണത് മറ്റേ അനൽജസ്റ്റിക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പെയിൻ കില്ലേഴ്സ് പോലത്തെ സാധനങ്ങൾ, കാരണം ഇപ്പൊ വലിയ പെയിനൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ കൊണ്ടുവരുന്നവർക്ക് മിക്കവാറും പേർക്ക്. അപ്പൊ അത് ചിലപ്പോൾ കൂടുതൽ വേണ്ടി വരും, കാരണം അവരുടെ പെയിനിനെ ഒന്ന് നമ്മൾ ആശ്വസിപ്പിക്കണ്ടേ, അല്ലെ? അതാണ്. അതുകൊണ്ട് അത് വേണം. പിന്നെ ഇൻക്ലൂഡിങ് ഓക്സിജൻ, മെഡിക്കൽ ഗ്യാസസ് വേണം. കെമിക്കൽ ഡിസിൻഫെക്ടൻസസ്, അതായത് നമ്മുടെ ഡിസിൻഫെക്ടന്റ്, അതായത് എന്താ, നമ്മുടെ അണുനാശിനികൾ, അണുക്കളൊക്കെ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ കെമിക്കൽ ഇൻഫെക്ഷൻസ് തടയാൻ വേണ്ടിയിട്ട് ഡിസിൻഫെക്ടന്റ് വേണം. ഡ്രസ്സിംഗ് മെറ്റീരിയൽസ് വേണം. പിന്നെ പ്ലാസ്റ്റർ മെറ്റീരിയൽസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ POP തന്നെ, നേരത്തെ പറഞ്ഞ സാധനം തന്നെ. പിന്നെ അത് വീണ്ടും മാർക്ക് ചെയ്യണ്ട കേട്ടോ, നേരത്തെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പ്രിന്റ്. അപ്പൊ ഇതൊക്കെ നമ്മൾ നേരത്തെ കൂട്ടി ഇത്തരം കാര്യങ്ങൾ എവിടുന്ന് കിട്ടുമെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയോ? ഇത് മറ്റേത് തന്നെ വീണ്ടും ആവർത്തിച്ച് കുറെ കാര്യമൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം വരാത്തത് എനിക്ക് തോന്നുന്നത് മാത്രമല്ല, അനർജസ്റ്റിക്സ് ആൻഡ് ഹിപ്നോട്ടിക്സ് എന്ന് പറയുന്ന സംഭവം മാത്രമേ അതിനകത്ത് വരാത്തതുള്ളൂ. ബാക്കിയൊക്കെ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് ലിസ്റ്റിൽ വന്നത്, കാറ്റഗറൈസേഷനിൽ വന്നത്. ക്ലിയർ ആയല്ലോ? യെസ്.
ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് നെക്സ്റ്റ് ഡേയിൽ എടുക്കാം. ഐ തിങ്ക് അടുത്ത ഒരു ക്ലാസ്സോടുകൂടി നമ്മളുടെ ചാപ്റ്റർ തീരും. ഇനിയുള്ളത് കുറച്ച് എളുപ്പമുള്ള സംഭവങ്ങളാണ്, അതുകൊണ്ട് വേഗം തീരും. ഒരു ക്ലാസ് കൊണ്ട് തീരുന്ന തോന്നുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. സോ ഒബിയസ്ലി നമ്മൾ അത് തീർന്നാൽ ഇവിടെ 7th മൊഡ്യൂളിലെ ചാപ്റ്ററിലേക്ക് പോകുക. അത് ഇച്ചിരി ഇത്രയും ഈസി അല്ല, അതുകൊണ്ടാണ് ഇച്ചിരി സമയം കൂടുതൽ നമുക്ക് അവിടെ കുറച്ച് ഇത്രയും പോലെ പോകേണ്ടി അല്ല, ഇത്രയും സ്പീഡിൽ പോകാൻ പറ്റില്ല. കാരണം ഇത് ഡിസാസ്റ്റർ ആയതുകൊണ്ട് കുറച്ച് നമുക്ക് എന്താ പറയാ നമ്മുടെ കൺട്രിയിലൂടെ നമ്മള് ഫേസ് ചെയ്തതൊക്കെ വന്നതുകൊണ്ടേ കുറെയൊക്കെ നമുക്ക് അറിയാം അല്ലെ. അതുകൊണ്ട് പക്ഷെ അടുത്തത് ഇച്ചിരി കുറച്ച് ഡിഫറെന്റ് ടോപ്പിക് ആണ്, അതുകൊണ്ട് അതിന് ഇത്രയും സ്പീഡിൽ പോകാൻ പറ്റില്ല. കുറച്ച് ഇതേ നമുക്ക് പോകുള്ളൂ. അപ്പൊ സോ ഇറ്റ് വിൽ ടേക്ക് ടൈം, അതിനവിടെ സമയം കുറച്ച് കൂടുതൽ എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഈസി ആയ ഭാഗമായതുകൊണ്ട് ഇത്ര എടുത്തത് കേട്ടോ. നാളത്തെ കാര്യം മെസ്സേജ് വരും, നാളെ ക്ലാസ് ഉണ്ടോ ഇല്ലെന്നുള്ളത് മെസ്സേജ് വരും കേട്ടോ. സോ വെയിറ്റ്, എന്തായാലും വഴിയില്ല. നാളെയാണോ പെരുന്നാള്? ആണോ? ആരാ ഉള്ളത്? പെരുന്നാള് ആരെങ്കിലും ഉണ്ടോ? രശ്മിത ഉണ്ടല്ലോ, മേ ബി. അത് കണ്ടിട്ട് അതിനൊരു ഇതുണ്ടല്ലോ, അതിൻ്റെതായ ഒരു രീതി ഉണ്ട്, അതനുസരിച്ചിട്ടായിരിക്കും. അപ്പോ പറയും നിങ്ങളോട് നാളെയാണോ. ഓക്കെ, അത് കണ്ടാൽ മാത്രമാണ് നാളെ, അതല്ലെങ്കിൽ ഇന്ന് രാത്രി കണ്ടാൽ നാളെ അവധി, അങ്ങനെയല്ലേ? ഇന്ന് രാത്രി കണ്ടാൽ നാളെ അവധി, അല്ലെങ്കിൽ മറ്റന്നാള് ഫിക്സഡ് അല്ലെ? മറ്റന്നാൾ ഫിക്സഡ് അല്ലേ? നാളെ ഇന്ന് രാത്രി കണ്ടാൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും. ഓക്കെ, സോ അത് ഞങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ടാണ്. അപ്പൊ അത് ചിലപ്പോൾ ഇച്ചിരി വൈകിയാണെങ്കിൽ അറിയാൻ പറ്റുമായിരിക്കും, അപ്പൊ പറയും കേട്ടോ. ഗ്രൂപ്പിൽ വരും മെസ്സേജസ്, സോ അതനുസരിച്ച് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം ക്ലാസ്സിൽ വരുമ്പോ പെരുന്നാളുകാരുടെ ചെലവുമായിട്ട് അവിടെ വന്നിരുത്തോളൂ കേട്ടാ. എങ്ങനെ തരൂല ടീച്ചർക്ക്. ഓക്കെ, അപ്പൊ പെരുന്നാൾ ആശംസകൾ എല്ലാവർക്കും. എന്റെ ക്ലാസ് ഇനി നാളെ ഉണ്ടാവോ ഇല്ലെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് നാളെ ശരിയാണ്, നാളെ ഉണ്ടായിരുന്നു എന്റെ ചാപ്റ്റർ തീർന്നാൽ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു പെരുന്നാൾ അങ്ങനെയല്ല പെരുന്നാൾ ആശംസകൾ കാണുമ്പോ തരാം. ഓക്കെ, ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന റഷീദ, ഞാൻ ഓർത്തോർത്തിരിക്കും, എന്നാലും അത് കൊണ്ടുവന്നില്ല. ഓക്കെ, സോ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുക, പെരുന്നാളൊക്കെ നന്നായിട്ട് ആഘോഷിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.